വെല്ലുവിളിച്ചു. നാം ഓരോരുത്തരും പരമോന്നതന്മാരാണെങ്കിൽ പിന്നെ എന്തിനീ ഭൗതിക ലോകത്തിൽ വന്നിങ്ങനെ പരമോന്നതങ്ങളായ ക്ലേശങ്ങളും പേജ് 20 എന്ന് തുടങ്ങുന്ന ഒരു സെന്റൻസ്. ഓക്കെ, സൂര്യനിൽ നിന്ന് സൂര്യപ്രകാശം എപ്രകാരം നിർഗമിക്കുന്നുവോ അതുപോലെ ഭഗവാനിൽ നിന്ന് നിർഗളിക്കുന്ന ഒന്നാണ് ബ്രഹ്മം. പ്രാചീന ഭാരതത്തിലെ പല അഗ്രഗണ്യന്മാരായ പാരമ്പര്യ ആചാര്യന്മാരും ഈ തത്വത്തെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അവരിൽ പ്രമുഖന്മാരാണ് രാമാനുജ ആചാര്യരും മധ്വാചാര്യരും. മറുവശത്ത് ഡോക്ടർ മിശ്രയാണെങ്കിൽ പരമസത്യത്തിന്റെ അവക്തിഗത രൂപം സർവവ്യാപിയാണെന്നും കൂടാതെ പരമദിവ്യോത്തമ പുരുഷനായ അദ്ദേഹത്തെ അന്തിമമായി ഒരു മായയാണെന്നും പഠിപ്പിച്ച ശങ്കരനെ പിന്തുടരുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഭക്തി വേദാന്ത സ്വാമികളുടെ പരമ്പരയ്ക്ക് അനുസരണമുള്ള ദൈവിക തത്വശാസ്ത്ര പ്രകാരം വ്യക്തിഗതമായും ആധ്യാത്മിക സ്വഭാവമുള്ളതുമായ ആത്മാവ് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ ഒരു ശാശ്വത സേവകൻ മാത്രമാണെന്നതാണ് സത്യം. എന്നാൽ ഡോക്ടർ മിശ്രയുടെ വീക്ഷണത്തിൽ ജീവാത്മാവിന് വ്യക്തിഗതമായ ആസക്തിത്വമേ ഇല്ല, മറിച്ച് ഓരോ വ്യക്തിയും ഈശ്വരന് തുല്യനാണെന്നും അതിനാൽ നാം ഓരോരുത്തരും പരബ്രഹ്മം ആണെന്നുള്ളതുമായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ തനിക്ക് പുറമേ ഉള്ള ഒരു ഈശ്വര ആരാധനയുടെ ആവശ്യമില്ലെന്നുള്ളതാണ് ഇതിൽ നിന്നും വരുന്ന മറ്റൊരു ആശയം. അത് ഒരു ഡോക്ടർ മിശ്ര പറയുന്നത് പോലെ എല്ലാം ഒന്നാണ് എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണ്. ഈ ഭക്തി വേദാന്ത സ്വാമി അതിനെ വെല്ലുവിളിച്ചു. നാം ഓരോരുത്തരും പരമോന്നതന്മാരാണെങ്കിൽ പിന്നെ എന്തിനീ ഭൗതിക ലോകത്തിൽ വന്നിങ്ങനെ പരമോന്നതങ്ങളായ ക്ലേശങ്ങളും വൈഷമ്യങ്ങളുമെല്ലാം അനുഭവിക്കണം? ഡോക്ടർ മിശ്രയുടെ എതിർവാദം ഇങ്ങനെയായിരിക്കും. പരമസത്യം താൽക്കാലികമായി മാത്രം മായയാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഘടയോഗ സാധനയിലൂടെയും ധ്യാനത്തിലൂടെയും ഒരാൾക്ക് ജ്ഞാനോദയം ഉണ്ടാവുകയും പിന്നീട് ഇതെല്ലാം പരമമാണെന്ന് വീണ്ടും മനസ്സിലാക്കുകയും ചെയ്യും. ഭക്തി വേദാന്ത സ്വാമി വീണ്ടും എതിർത്ത് പറഞ്ഞു, അങ്ങനെ പരമോന്നതനായ വ്യക്തി മായയാൽ മൂടപ്പെട്ട് കഴിയുകയാണെങ്കിൽ ആ മായ ഈ പറയുന്ന ഈശ്വരനേക്കാൾ ശ്രേഷ്ഠമായ ഒന്നായിരിക്കുമല്ലോ. അപ്പോൾ മായയ്ക്കായിരിക്കുകയാണ് ആധിപത്യം. ഭക്തി വേദാന്ത സ്വാമി ഡോക്ടർ മിശ്രയെ ഒരു മായാവാദിയായിട്ടാണ് കരുതിയിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം മായയെ പരമസത്യയേക്കാൾ മഹത്തരമാണെന്ന് അനവധ്യമായി അംഗീകരിക്കുകയായിരുന്നു. നിർവ്യക്തിത്വം ഭക്തി വേദാന്ത സ്വാമിക്ക് മാത്രമല്ല അരോചകമായിട്ടുള്ളത്. അത് യഥാർത്ഥത്തിൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ നേർക്കുള്ള അപരാധം കൂടിയാണ്. ഒരു പരിവ്രജകൻ എന്ന നിലയിൽ ഭക്തി വേദാന്ത സ്വാമിക്ക് തന്റെ മായാവാദി സുഹൃത്തിന്റെ ആശ്രയത്തിൽ കഴിയേണ്ടി വരികയായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് പതിവായി ഭക്ഷണം കഴിക്കേണ്ടതായും സംഭാഷണം നടത്തേണ്ടതായും വന്നു. എന്നാൽ എന്തൊരു കഷ്ടമാണ്! ഭക്തി വേദാന്ത സ്വാമി അമേരിക്കയിലേക്ക് വന്നതിന്റെ ഉദ്ദേശം തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് പരിശുദ്ധമായും അതേസമയം ധൈര്യത്തോടു കൂടി സംസാരിക്കുവാനായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിലേക്ക് തടസ്സം ഏർപ്പെട്ടിരിക്കുന്നു. ബട്ട്ലർ അദ്ദേഹം തന്റെ ആതിഥേയയുടെ മധ്യവർഗ പക്ഷപാതങ്ങളാൽ നിയന്ത്രിക്കപ്പെടുകയായിരുന്നു. ഇവിടെ ഇപ്പോൾ മറ്റൊരു വിധത്തിൽ നിശബ്ദനാക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ അദ്ദേഹം ദയാവായ്പയോടെ തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഉള്ളിനുള്ളിൽ ഇവിടെ അദ്ദേഹത്തെ ഒരു ഭയകാരണമായാണ് ആതിഥേയൻ കാണുന്നത്. തന്റെ വിദ്യാർത്ഥികളെ കൊണ്ട് ഭഗവാൻ കൃഷ്ണനെ മാത്രം പരമദിവ്യോത്തമ പുരുഷനായി അംഗീകരിക്കുന്നതിൽ ഡോക്ടർ മിശ്രയ്ക്ക് യോജിക്കാൻ സാധിച്ചില്ല. നവംബർ 8 ഭക്തി വേദാന്ത സ്വാമി തന്റെ ആത്മീയ സഹോദരനായ തീർത്ഥ മഹാരാജന് ഒരു കത്തെഴുതി. ഗൗഡീയ മഠത്തിന്റെ പ്രസിഡന്റായി കഴിഞ്ഞിരുന്ന അദ്ദേഹത്തെ തങ്ങളുടെ ആധ്യാത്മിക ഗുരുവായ ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതിയുടെ പാശ്ചാത്യ രാജ്യങ്ങളിൽ കൃഷ്ണാവബോധ പ്രചരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക എന്ന തീവ്രമായ ആഗ്രഹത്തെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. ഇത് സാധ്യമാക്കാൻ അദ്ദേഹം സ്വന്തം സന്യാസ ശിഷ്യന്മാരെ ഇംഗ്ലണ്ടിലേക്കും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അയച്ചതും എങ്കിലും അതിന് പ്രത്യക്ഷമായ ഫലങ്ങളൊന്നും ലഭിക്കാതെ ഇരുന്നതും ഭക്തി വേദാന്ത സ്വാമി സൂചിപ്പിച്ചു. ഇവിടെ സ്വന്തം
കെട്ടിടങ്ങളോട് കൂടിയ ചില മായാവാദി വിഭാഗങ്ങൾ ഉണ്ടെന്നും എന്നാൽ അവ അധികം അനുയായികളെ ആകർഷിക്കുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അമേരിക്കൻ ജനത ഭക്തിയോഗത്തോടെ ഒരുവിധം ആഭിമുഖ്യം കാട്ടിയേക്കുമെന്ന് ശ്രീ രാമകൃഷ്ണ മിഷനിലെ സ്വാമി നിഖിലാനന്ദ തന്നോട് പറഞ്ഞിരുന്ന കാര്യവും ഭക്തി വേദാന്ത സ്വാമി കത്തിൽ ചൂണ്ടിക്കാട്ടി. അതിനാൽ ഗൗഡീയ മഠത്തിൻ്റെതായ സ്വന്തം ശാഖകൾ ന്യൂയോർക്കിൽ തുടങ്ങുകയാണെങ്കിൽ അതിന്റെ മേൽനോട്ടം വഹിക്കാൻ തയ്യാറാണെന്ന് ഭക്തിവേദാന്ത സ്വാമി അറിയിക്കുകയായിരുന്നു. എന്നാൽ സ്വന്തമായ ഒരു ഭവനമില്ലാതെ ആ നഗരത്തിൽ ഒരു മിഷൻ പ്രവർത്തിപ്പിക്കുക അസാധ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തന്റെ ആത്മീയ സഹോദരന്മാരുടെ സഹകരണമുണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള പല നഗരങ്ങളിലും ഗൗഡീയ മഠത്തിന്റെ കേന്ദ്രങ്ങൾ തുടങ്ങാൻ കഴിയുമെന്ന് ഭക്തിവേദാന്ത സ്വാമി എഴുതി. മറ്റു വിഭാഗങ്ങൾക്ക് ഭാരതത്തിന്റെ യഥാർത്ഥമായ ആധ്യാത്മിക തത്വശാസ്ത്രം അറിയില്ലായിരുന്നുവെങ്കിലും അവർക്കൊക്കെ സ്വന്തമായി അനേകം കെട്ടിടങ്ങളുണ്ടെന്നും എന്നാൽ ഗൗഡീയ മഠത്തിനാകട്ടെ ഒന്നുപോലുമില്ലെന്നുമുള്ള വസ്തുത അദ്ദേഹം ഖേദപൂർവം അറിയിക്കുകയായിരുന്നു. 3 ആഴ്ചയ്ക്ക് ശേഷം ഭക്തിവേദാന്ത സ്വാമിക്ക് തീർത്ഥ മഹാരാജന്റെ മറുപടി ലഭിച്ചു. ഭക്തിവേദാന്ത സ്വാമി തനിക്ക് അമേരിക്കയിൽ തുടർന്ന് താമസിക്കുവാനുള്ള ആഗ്രഹവും അത് സംബന്ധിച്ച പദ്ധതികളും വിവരിക്കുന്നുവെങ്കിലും ഇതെല്ലാം സാധിക്കണമെങ്കിൽ തന്റെ ആത്മീയ സഹോദരന്മാർ തന്നിൽ വിശ്വാസമർപ്പിക്കുകയും ആത്മാർത്ഥമായ പിന്തുണ നൽകുകയും വേണമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആത്മീയ ഭ്രാതാക്കൾ അത്ര സഹകരണത്തോടെയല്ല കഴിഞ്ഞിരുന്നത്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഉപദേശങ്ങൾ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്കായി സമാന ചിന്താഗതിക്കാരോടൊപ്പം ഒത്തൊരുമയോടെ പ്രവർത്തിക്കുക എന്ന വസ്തുത മറന്ന് ഓരോ നേതാവും സ്വന്തം കെട്ടിടങ്ങൾ പൊക്കിക്കെട്ടുന്നതിലായിരുന്നു താല്പര്യം കാണിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ ഇപ്പോൾ ഭക്തിവേദാന്ത സ്വാമിയുടെ അപേക്ഷ പ്രകാരം ന്യൂയോർക്ക് എന്ന മഹാനഗരത്തിൽ ഒരു സെന്റർ തുടങ്ങാൻ ആർക്കാണ് താല്പര്യം കാണുക? അവർ തീർച്ചയായും അതിനെ തങ്ങൾക്ക് അന്യമായ ഒരു പദ്ധതിയായിട്ടേ കരുതുകയുള്ളൂ. ഈ പ്രതികൂല ലക്ഷണങ്ങളുണ്ടെന്ന് കണ്ടു കഴിഞ്ഞും തങ്ങളുടെ ഗുരുവായ ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ ആഗ്രഹത്തിന് മുൻഗണന നൽകിയാണ് ശ്രീ ഭക്തി വേദാന്ത സ്വാമി ദൗത്യ നിർവഹണപരമായ ആവേശത്തെ ഉത്തേജിപ്പിക്കുന്ന രീതിയിൽ അവരെ കത്തിലൂടെ സമീപിച്ചത്. കൃഷ്ണാവബോധം പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കണമെന്നത് അവരുടെ ഗുരു മഹാരാജന്റെ അഭിലാഷമായിരുന്നു. എന്നാൽ അവസാനം തീർത്ഥ മഹാരാജന്റെ മറുപടി ലഭിച്ചപ്പോൾ അത് പ്രതികൂലമായി കാണപ്പെട്ടു. ഭക്തി വേദാന്ത സ്വാമി ന്യൂയോർക്കിൽ എന്തെങ്കിലും ഒന്ന് ആരംഭിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റി അദ്ദേഹം എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല. എന്നാൽ അത്തരത്തിലൊരു പദ്ധതിക്ക് ഉപയോഗിക്കാൻ ഗൗഡീയ മഠത്തിൽ നിന്നുള്ള ധനം ഉപയോഗിക്കുവാനാവില്ലെന്ന് കത്തിൽ വിനയപൂർവ്വം പ്രസ്താവിക്കപ്പെട്ടിരുന്നു. മൻഹട്ടനിലെ തനിക്കുള്ള സഞ്ചാരത്തിനിടയിൽ ഭക്തി വേദാന്ത സ്വാമി തദ്ദേശീയരായ ഒട്ടേറെ ആൾക്കാരുമായി പരിചയപ്പെടാനിടയായി. ഒരു സബ്വേ കോൺട്രാക്ടറായി പണിയെടുത്തിരുന്ന തുർക്കി ജൂത വിഭാഗക്കാരനായ മിസ്റ്റർ റൂബൻ അവരിൽ ഒരാളായിരുന്നു. മിസ്റ്റർ റൂബൻ ഒരു പാർക്കിലെ ബെഞ്ചിൽ ഇരിക്കവെയാണ് ഭക്തി വേദാന്ത സ്വാമിയെ കണ്ടുമുട്ടുന്നത്. ഒരു പൊതുജന സ്നേഹിയും ലോകസഞ്ചാരിയുമായ റൂബൻ ആ ഭാരതീയ സന്യാസിയുമായി അവിടെ സംഭാഷണത്തിലേർപ്പെട്ടു. മിസ്റ്റർ റൂബൻ, ധാരാളം ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞ ക്ഷേത്രങ്ങൾ തനിക്കുണ്ടാകുമെന്ന് അദ്ദേഹത്തിനു തന്നെ അറിയാമെന്ന് ഞാൻ സംശയിച്ചു. അദ്ദേഹം ദൂരെ നോക്കിക്കൊണ്ട് പറയും, ഞാനൊരു ദരിദ്രനല്ല, ഞാൻ ധനികനാണ്. ഈ ക്ഷേത്രങ്ങളും പുസ്തകങ്ങളും എല്ലാം തന്നെയുണ്ട്. അവയെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. ഇപ്പോൾ സമയം നമ്മെ അവയിൽ നിന്നും അകറ്റി നിർത്തിയിരിക്കുകയാണ്. അദ്ദേഹം എപ്പോഴും നാം എന്ന വചനത്തിലാണ് സംസാരിച്ചിരുന്നത്. കൂടാതെ അദ്ദേഹത്തെ ഇവിടേക്ക് അയച്ച സ്വന്തം ഗുരുനാഥനെ കുറിച്ചും അദ്ദേഹം പലപ്പോഴും സംസാരിക്കുമായിരുന്നു. അന്ന് അദ്ദേഹത്തിന് ആരെയും പരിചയമില്ലായിരുന്നു. എങ്കിൽ കൂടിയും അദ്ദേഹം പറയുമായിരുന്നു, ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന്. എന്നാൽ എന്റെ വീക്ഷണത്തിലാകട്ടെ അദ്ദേഹം ആരുമില്ലാത്ത ആളായിട്ടാണ് തോന്നിയത്. അതാണെന്ന് അദ്ദേഹത്തിന്റെ ദിവ്യ മനുഷ്യമായ എളിമയോട് ഉപമിക്കാൻ പ്രേരിപ്പിച്ചത്. എലീജയും ഒറ്റയ്ക്കാണല്ലോ എപ്പോഴും സഞ്ചരിച്ചിരുന്നത്. അദ്ദേഹത്തിന് കുറെ അനുയായികൾ ഉണ്ടായിരുന്നു എന്നതിൽ എനിക്ക് വിശ്വാസമില്ല. ജനുവരി 30 7 ഇഞ്ച് കനത്തിൽ നഗരത്തിൽ അകമ്പടി മണിക്കൂർ
भवा कुंज बिहारी जय राधा माधव जय गोपी जन वल्लभा जयो गिरिवरधारी जयो गिरिवरधारी जय गोपी जन वल्लभा जयो गिरिवरधारी जयो गिरिवरधारी जय यशोदनन्दन व्रज जनन्दन व्रज जनरञ्जन यमुना तीरावन चारी जय राधा माधव कुंज बिहारी जय राधा माधव कुंज बिहारी हरे कृष्णा 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 हरे 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 रामा राम राम हरे 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 कृष्ण माताजी दंडो वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम अज्ञानतिमिरन्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। गुरवे गौरचन्द्राय राधिकायै तदालये कृष्णाय कृष्णभक्ताय तत्भक्ताय नमो नमः। हरे कृष्ण 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 हरे 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 राम 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 हरे हरे आनन्दलीलामय तस्मै महाप्रेमरसप्रदाय चैतन्यचन्द्राय नमो नमस्ते चैतन्यचन्द्राय नमो नमस्ते कथञ्जनस्मृते यस्मिन् दुष्करं इदं साक्षात् श्रीचैतन्यं नमामि तम् नमामि देवं करुणानिधानं तमालवर्णं सुविधावतारम् अपार संसार समुद्रसेतुं भजामहे भागवतस्वरूपम् कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। यन्माद्यस्येतोऽन्ययादितरतश्चार्तेष्वभिज्ञस्वराट् तेने ब्रह्महृदायादिक विनिमयो यत्र सर्पो मृषा धाम्ना स्वेन सदा निरस्तगुहगं सत्यं परं धीमहि यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपमदितितीर्षदन्तमोन्दं संसारिणां करुणयागपुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनाम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। हरे शृण्वतां स्वगता कृष्णा पुण्यश्रवणकीर्तनः कृत्यन्तस्तो ह्यभद्राणि विधिनोति सुहृत्सदा नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवत्युत्तमश्लोके भक्तिर्भवति नैष्टिकी। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। नमो विष्णुपादाय कृष्णप्रष्टाय भूतले श्रीमते महाविष्णुगोस्वामी दामिने नमो विष्णुपादाय कृष्णप्रष्टाय भूतले श्रीमते भक्तिवेदान्त स्वामिने
നമസ്തേ സരസ്വതീ ദേവി ഗൗരവാണി പ്രചാരണേ നിർവിശേഷവാദി പാശ്ചാത്യ ദേശധാരണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദകീ ജയ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. ഹരേ കൃഷ്ണ. നമ്മളെ ശ്ലോകം 1:14 29 വരെ എടുത്തു തീർന്നു. ഇനി 30 എടുക്കേണ്ടത് അല്ലേ? ഹരേ കൃഷ്ണ. 28, 29 എടുത്തല്ലോ, ഒന്നിച്ചെടുത്തല്ലോ അല്ലേ? ഹരേ കൃഷ്ണ. എന്ത് പറയുന്നു എല്ലാരും? അതെ മഹർഷി. ഹരേ കൃഷ്ണ. നമ്മളെ 29ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പഠിച്ചത്? എന്താണ് അവിടം വരെ എന്താണ് പഠിച്ചത്? ആരെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു? ഹരേ കൃഷ്ണ. മാതാജി ഉദ്ധവരുടെ അച്ഛന്റെ പേര് കുന്തി ദേവിയെ പറ്റി പറഞ്ഞിരുന്നു. വസുദേവരുടെ ഭാര്യമാരെ പറ്റി പറഞ്ഞിരുന്നു. പിന്നെ ബ്രഹ്മദേവനും ദേവന്മാരും കൂടെ ഭഗവാനെ കാണാൻ പോയത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ട് പറഞ്ഞിരുന്നത്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. നമ്മള് അവിടം വരെ 29ാമത്തെ ശ്ലോകം തീർന്നു. പിന്നെ അവിടെ നമ്മളെ പ്രത്യേകിച്ച് പഠിച്ചത് ശ്രീ ബലഭദ്രദേവനെ കുറിച്ച്, ബലരാമനെ കുറിച്ച് പറഞ്ഞു. അപ്പം ഭഗവാന്റെ കൃപാപൂർണമായ അവതാരമാണെന്ന് പറഞ്ഞു അല്ലെ? അപ്പം അതുകൊണ്ട് പിന്നെ ബലരാമൻ നമ്മുടെ എല്ലാ പാപങ്ങൾ തീർക്കാനായിട്ട് ഭഗവത് ഭക്ത സംരക്ഷകനാണ്. ഗുരുസ്ഥാനമാണ് അവിടെ കൊടുത്തത്. അദ്ദേഹം ആരായിട്ടാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ വന്ന് നമ്മളെ സഹായിച്ചത്? ആരായിട്ടാണ്? ഏത് രീതിയിലാണ്? വിഷ്ണു തത്വം ഏത് രീതിയിൽ ഇവിടെ വന്നു? ബലരാമൻ ഭഗവത് ഭക്ത സംരക്ഷകനായിട്ട് ഇവിടെ വന്നിട്ട് ഓരോ വ്യക്തിക്കും ഭഗവാനെ നൽകുന്നതിനായിട്ട് ഏത് രൂപമാണ് എടുത്തത്? ആർക്കെങ്കിലും പറയാമോ? നിത്യാനന്ദ പ്രഭുവായിട്ടാണ് അദ്ദേഹം ഇവിടെ പ്രഭുവായിട്ടാണ് വരുന്നത്. നിത്യാനന്ദ പ്രഭുവിനെ സ്മരിക്കാതെ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് സ്മരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ അത്രമാത്രം നമ്മളുടെ ആ ഗുരുസ്ഥാനം നമ്മൾ എപ്പോഴും മറക്കാതിരിക്കേണ്ട ഒന്നാണ്. നമ്മൾ ഓരോരുത്തരും ഈ ഭാഗവതം പഠിക്കുമ്പോഴാണെങ്കിലും ശരി, നമ്മൾ ആത്മീയതയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ആത്മീയത കയ്യിൽ തരുന്നത്. കാരണം അദ്ദേഹമാണ് ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങിയിട്ട് ഓരോരുത്തരോടും ഭിക്ഷ ചോദിക്കുന്നത് എന്തായിരുന്നു? ഭിക്ഷ ചോദിക്കുന്ന ഏത് രീതിയിലാണ്? ഭിക്ഷയും കൊണ്ട് ഇറങ്ങി ചെല്ലുമ്പോ എന്താ പറയുന്നത്? കൈ തൊഴുതു പിടിച്ചുകൊണ്ട് പറയും, നിങ്ങൾ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അതൊന്ന് പറയൂ, അതാണ് അതിന്റെ ഭിക്ഷ എന്നാണ് പറഞ്ഞത്. അത്രമാത്രം നമ്മളെ ഭഗവാനിലേക്ക് അടുപ്പിക്കാനായിട്ട് നമുക്ക് എന്താണ് അത്ര പ്രാധാന്യം തന്നുകൊണ്ട് നമ്മളെ ഭഗവാനിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ച നമ്മുടെ ഗുരു എന്ന സ്ഥാനമാണ് നിത്യാനന്ദ പ്രഭുവിന് ഉള്ളത്. അപ്പം ഒരുപാട് ഭഗവാൻ ഏകനാണെന്ന് പറഞ്ഞു. പരമപുരുഷൻ ദ്വിതീയനല്ല, ഏകനാണെങ്കിലും അദ്ദേഹം അസംഖ്യം ജീവജാലങ്ങളായി വിസ്തരണം ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ഒരുപാട് പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞ്. ജീവാത്മാക്കളായിട്ട് ഒരുപാടുണ്ട്. പിന്നെ വിഷ്ണു തത്വങ്ങൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ പരമപുരുഷനായ ഭഗവാന്റെ വിസ്തരണങ്ങളാണ് ഈ കാണുന്ന എല്ലാ വിഷ്ണു തത്വങ്ങളും എന്ന് പറഞ്ഞു. അദ്ദേഹം വിസ്തരണം ചെയ്തിരിക്കുന്ന വിഷ്ണു തത്വങ്ങളായിട്ട്. പിന്നെയും അവയെക്കുറിച്ച് ശ്രദ്ധിച്ചാല് ഗുണത്തിലും അംശത്തിലും അവര് ഭഗവാന് സമാനരാകുന്നു എന്നും പറഞ്ഞു. അപ്പം വിഷ്ണു തത്വങ്ങൾ ആ ഭാഗം ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. വിഷ്ണു തത്വങ്ങൾ ഗുണത്തിലും അതുപോലെ ആ ഒരു അംശത്തിലും, ഗുണവും അംശവും ഇത് രണ്ടിലും ഭഗവാന് സമാനരാകുന്നു എന്ന് പറഞ്ഞു. അപ്പം അതുപോലെ അതേസമയം സാമാന്യ ജീവാത്മാക്കളുടെ വിഭാഗം നമ്മളിപ്പോ ജീവശക്തികളാണ്. അപ്പം എന്തൊക്കെ തത്വങ്ങൾ അവിടെ പറഞ്ഞു? വിഷ്ണു ഭഗവാൻ പിന്നെ ദ്വിതീയനല്ലാത്ത ഏകനായി നിൽക്കുന്നു. അവിടെ നിന്ന് അദ്ദേഹം അനേകം ജീവജാലങ്ങളായി വിസ്തരണം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അവിടുന്ന് വിഷ്ണു തത്വ ജീവാത്മാക്കളായി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. വിഷ്ണു തത്വ ജീവാത്മാക്കൾ പരമപുരുഷന്റെ അതേ ശക്തിയോടുകൂടി ഭഗവാന്റെ വിസ്തരണങ്ങളായി ഇവിടെ വരുന്നു എന്നും പറഞ്ഞു. അപ്പൊ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ഞാനങ്ങ് പറയുകയാണ്.
എന്തുകൊണ്ട് വന്നിരിക്കുന്ന എല്ലാ വിഷ്ണു തത്വങ്ങൾക്കും ഭഗവാന്റെ സെയിം ശക്തി ഉണ്ടോ എന്ന് ചോദിക്കാം. ഭഗവാനിൽ നിന്ന് വിസ്തരണം ചെയ്ത വിഷ്ണു തത്വങ്ങൾക്കെല്ലാം തന്നെ ഭഗവാന്റെ ശക്തി ഉണ്ട്. പക്ഷേ ഓരോ കാര്യങ്ങളും കൊണ്ട് നമ്മളെ പോലെ അല്ല. പല സമയത്തും ഭഗവാനിൽ നിന്ന് വരുന്ന എല്ലാ വിഷ്ണു തത്വങ്ങളും ഭഗവാൻ എന്ത് ഇച്ഛിക്കുന്നോ അതിനപ്പുറം ഒന്നും ചെയ്യില്ല. അതാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം എല്ലാം ശക്തി ഉണ്ടെങ്കിൽ പോലും അത് വേണ്ടടത്ത് വേണ്ട രീതിയിൽ പ്രദർശിപ്പിക്കാൻ, ഭഗവാൻ പ്രദർശിപ്പിക്കുന്നത് പോലെ പ്രദർശിപ്പിക്കാൻ അനുവാദം ബാക്കിയുള്ളവർക്കില്ല. ഭഗവാന് എന്താണോ ഇച്ഛിക്കുന്നത് അതിനപ്പുറം ആരും നടത്തുകയുമില്ല. അതാണ് പ്രധാനമായിട്ടുള്ളത്. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് മാത്രമേ ഓരോ വിഷ്ണു തത്വങ്ങളും അവരുടേതായ ശക്തി പ്രകടമാക്കുകയുള്ളൂ. അതുകൊണ്ട് അവർക്ക് ശക്തി ഇല്ല എന്ന് നമ്മൾ പറയണ്ട, ശക്തിയുണ്ട്. പക്ഷേ പ്രകടമാക്കാൻ അതിന് പ്രത്യേക അവസരങ്ങൾ എന്താണോ, അത് ഭഗവാൻ എന്താണോ നൽകിയിരിക്കുന്നത് അതേ രീതിയിൽ അവരുടെ പ്രപഞ്ചത്തിൽ പ്രവർത്തിച്ചു പോവുകയും ചെയ്യുന്നു. പിന്നെ നമ്മള് വിഷ്ണു തത്വം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ശിവതത്വം ഉണ്ട്, അത് വേറൊരു ഭാഗത്ത് നിൽക്കട്ടെ. അപ്പം ജീവതത്വമുണ്ട്. ജീവതത്വം എന്ന് പറയുന്നത് ജീവശക്തിയുടെ വിസ്തരണത്തിൽ സാമാന്യ ജീവാത്മാക്കളെല്ലാം ഉൾപ്പെടുന്നുണ്ട്. അപ്പം അതുപോലെ നമ്മൾ പറയുന്നു ജീവശക്തിക്കും വിഷ്ണുതത്വത്തിനും സമത്വം കൽപ്പിക്കുന്നവർ പാപാത്മാക്കളാണ് എന്ന് പറയുന്നു. ശ്രീലപ്രഭുപാദർ പറഞ്ഞു തന്നിട്ടുള്ളതാണ് നമുക്ക്. അവിടെ നമ്മളെല്ലാം ഒരു പ്രത്യേകിച്ച് കേരളീയര് നമ്മളാണ് കൂടുതൽ പറയുന്നത്. അപ്പം നമ്മളെല്ലാവരും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്താണ്, ഞാനും ഭഗവാനും ഒന്നാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഒരുപാട് പേര്. ഒരുപാടല്ല, എല്ലാവരും എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ ആ വിശ്വസിക്കുന്നവരെ അവര് പാപാത്മാക്കൾ എന്നാണ് പറയുന്നത് എന്നും പറഞ്ഞു. എങ്ങനെയാണ് ഞാനും ഭഗവാനും ഒന്നെന്ന് പറയാൻ കഴിയുന്നത്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? എങ്ങനെയാണ് ഞാനും ഭഗവാനും ഒന്നാണ് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? മിക്കവാറും നമ്മുടെ നാട്ടിൽ ഹരേ കൃഷ്ണ. അതായത് ഭഗവാന് ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ പ്രഭു. ഭഗവാൻ അതായത് മൊത്തമായിട്ടുള്ള ഗുണത്തില് ജീവാത്മാക്കള് ഭഗവാനോട് തുല്യമാണ്. പക്ഷേ പരിമാണത്തില് ഭഗവാനിലുള്ള അംശമായിട്ടേ മാറുന്നു. ഹരേ കൃഷ്ണ. അപ്പോഴേ നമ്മൾ ഉദ്ദേശിക്കുമ്പം ആ ഗുണം എടുത്തു നോക്കുമ്പം ഏകദേശം നമ്മളും ഭഗവാനും ഒരുപോലെയാണ്. പരിമാണം എടുത്തു നോക്കുമ്പം അങ്ങനെയല്ല. അതിന് മഹാപ്രഭു അതിനൊരു തത്വം പറഞ്ഞു. എന്താണെന്ന് പറയാമോ? ഒന്നേ മഹാപ്രഭു അതിനൊരു പേര് പറഞ്ഞല്ലോ, എന്തുവായിരുന്നു അത്? അചിന്ത്യ ഭേദാഭേദ തത്വം. അചിന്ത്യ ഭേദാഭേദ തത്വം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അചിന്ത്യ ഭേദാഭേദ തത്വം എന്ന് പറഞ്ഞാൽ നമ്മളും ഭഗവാനും ആ ഗുണത്തിൽ വരുമ്പോൾ എന്ന് വെച്ചാൽ ഭഗവാന് 6 പൂർണ്ണമായ ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. എന്തൊക്കെയാണ് പൂർണ്ണമായിട്ട് ഭഗവാനിലുണ്ട്? എന്തൊക്കെയാ? റിച്ച്നെസ്, ബ്യൂട്ടി, നോളജ് അല്ലെ, റിനൗൺസിയേഷൻ. ഈ 6 എണ്ണവും. അപ്പം ഭഗവാനും ബ്യൂട്ടി ഉണ്ട്, നമുക്കും ബ്യൂട്ടി ഉണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് വളരെ കുറവാണ്, നമ്മൾക്ക് തന്നിരിക്കുന്നത് വളരെ കുറവാണ്. അതുപോലെ ഫെയിം, പ്രശസ്തി എടുക്കൂ. ഭഗവാൻ വളരെ പ്രസിദ്ധനാണ്, നമുക്കും ചെറുതായിട്ട് നമ്മുടെ ഇടയിലൊക്കെ ചെറിയ പ്രശസ്തിയൊക്കെ കിട്ടും അല്ലെ. അതുപോലെ തന്നെ ഭഗവാൻ വലിയ എല്ലാത്തിന്റെ അധിപനാണ്. നമുക്കും ചെറുതായിട്ട് നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾക്കൊക്കെ നമ്മളും ഉണ്ട്. റിച്ച് ആണ് നമ്മൾ. പിന്നെ ശക്തിയിലും ഭഗവാനാണെങ്കിൽ അതിശക്തൻ അല്ലെ. ഒരു കുഞ്ഞായിട്ടിരുന്നപ്പോ പോലും ഭൂതനെ പോലുള്ളവരൊക്കെ കൊല്ലാൻ കഴിഞ്ഞു, ഉറുമ്പിനെയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിയും. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്കും അതൊക്കെ ഉണ്ട്. എല്ലാം നമുക്ക് ചെറുതായിട്ട് തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു 0.1 അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് നമുക്കുള്ളവർക്ക് ഉള്ളതായിട്ടുള്ള ഒരു ഇതാണ് നമുക്കുള്ളത്. അതുപോലെ 64 ഗുണങ്ങൾ, അത് എല്ലാം ഭഗവാനിൽ പൂർണ്ണമായി നിക്ഷിപ്തമാണ്. 64 ഭഗവാനുണ്ട്. 64 ഭഗവാനുണ്ട്. കൃഷ്ണന് 64 ഗുണതത്വങ്ങൾ ഉണ്ടെങ്കിൽ അപ്പം വിഷ്ണുവിന് എത്രയേ ഉള്ളൂ? 60 ഉള്ളൂ. ഇതൊക്കെ ഞാൻ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതാണ് ഒരുപാട് പ്രാവശ്യം. 64 ഉണ്ട്, വിഷ്ണുവിന് 60 ഉള്ളൂ. അതുപോലെ പിന്നെ ആർക്കാണ്? ശിവന് എത്രയുണ്ട്? 55, ബ്രഹ്മാവിന് 50 അല്ലെ. ജീവാത്മാക്കൾക്ക് 28 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓരോ തത്വങ്ങളും എല്ലാം നടുത്ത് നോക്കുമ്പോഴേ
എന്താണ് എല്ലാത്തിലും ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ആ ഗുണത്തിലും പരിണാമത്തിലുമുള്ള വ്യത്യാസം വെച്ചുകൊണ്ടാണ് അവർ പറയുന്നത് ഓം തത്സതെന്നും അതുപോലെ എന്താണ് തത്വമസി ഒന്നൊക്കെ പറയുന്നതിൽ ചെറിയ കാര്യമുണ്ട് എന്ന് പറയുന്നത്. പക്ഷെ അതുകൊണ്ട് നമ്മൾ അതിശക്തനെയും ഒരു ദുർബലനെയും പിടിച്ച് ഒന്നാണെന്ന് പറയുന്നത് പോലെ അവര് അത് പാപമാണ് എന്നാണ്. ഭഗവാനും ഞാനും ഒന്നാണെന്ന് പറഞ്ഞാൽ അത് പാപമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ എന്താണെങ്കിലും ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ പഠിച്ചവർക്ക്, നമ്മൾ ഈ രീതിയിൽ വരുന്നവർക്ക്, പ്രഭുപാദരുടെ പരമ്പരയിൽ ഇതിൽ വരുന്ന മഹാപ്രഭുവിന്റെ പരമ്പരയിൽ വരുന്നവർക്ക് അത് പറഞ്ഞു കൊടുക്കാനെങ്കിലും കഴിയണം. എങ്ങനെ നമ്മളും ഭഗവാനും ഒന്നാണോ എന്ന് അവരോട് ചോദിച്ച് അവർക്ക് എക്സാമ്പിൾ വഴി വിവരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുപോലെ പിന്നെ നമ്മൾ ഓരോ വിഷ്ണു തത്വത്തെ കുറിച്ച് എല്ലാം അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. എങ്കിലും വിഷ്ണു തത്വത്തിന് ശക്തി ഇല്ല എന്നാരും കരുതരുത്, ഉള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നു. പിന്നെ ബലരാമനെ കുറിച്ച് പറയുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. തദേകാത്മ രൂപത്തെക്കുറിച്ചും സ്വയം രൂപത്തെക്കുറിച്ചും ആവേശ രൂപത്തെക്കുറിച്ചും പറഞ്ഞു തന്നു. അതെന്താണ് ഞാൻ പറഞ്ഞു തന്നെന്ന് പറയാമോ ആർക്കെങ്കിലും? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പറയുന്നത് 3 രൂപമുണ്ട്. തദേതാത്മക രൂപം, സ്വയം രൂപം, ആവേശ രൂപം. സ്വയം രൂപം 2ആയി തിരിക്കുന്നു. 1 സ്വയം രൂപമായും 2 സ്വയം പ്രകാശമായിട്ടും. സ്വയം രൂപമായി വരുന്നത് സുന്ദര രൂപത്തില് അല്ലെങ്കിൽ അതിനൊരു പേരുണ്ട്. സ്വയം രൂപമായിട്ട് വരുമ്പോ അവിടെ ഒരു പേര് ഞാൻ പറഞ്ഞു, എന്തായിരുന്നു അത്? പ്രഭവ പ്രകാശം. അവിടെ എന്താണ്? ശ്യാമസുന്ദരനായ കൃഷ്ണനായിട്ട് അല്ലെ? വേണുംഗുണന്തമരവിന്ദദളായദാക്ഷം ബർഹാവതം സമസിതാംബുദ സുന്ദരാംഗം കന്ദർപ്പകോടികമനീയ വിശേഷശോഭം ഗോവിന്ദമാദി പുരുഷന്തമഹം ഭജാമി. ആ രീതിയിൽ വരുന്ന ശ്യാമസുന്ദരനായിരുന്നു പ്രഭവ പ്രകാശത്തില്. അതിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ്? പ്രഭവ പ്രകാശത്തിൽ ഭഗവാൻ സ്വയം രൂപത്തിൽ നിൽക്കുമ്പോൾ ഭഗവാൻ 2 എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നു. എന്താണ്? രാസലീല ടൈമില് അങ്കനാമങ്കനാമങ്കനോ മാധവശ്ചാന്തരേണ. എന്താണ്? അങ്കനാമങ്കനൻ 2 അങ്കനമാർക്ക് കോടിക്കണക്കിന് ഗോപസ്ത്രീകൾ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു അപ്പുറത്തും ഇപ്പുറത്തും 2 അങ്കനമാർക്ക് ഒരു കൃഷ്ണൻ എന്ന രീതിയിൽ നടുക്ക് കൃഷ്ണൻ നിൽക്കുന്നു. അങ്ങോട്ടും തിരിഞ്ഞു കളിക്കുന്നു, ഇങ്ങോട്ടും തിരിഞ്ഞു കളിക്കുന്നു. അപ്പം മാധവം മാധവശ്ചാന്തരേണ. എങ്ങോട്ട് നോക്കിയാലും മാധവനുണ്ട്. ഗോപസ്ത്രീകളുടെ നടുക്ക് അവര് ഈ കോടിക്കണക്കിന് 10ാം സ്കന്ധത്തിൽ നമുക്ക് കാണാം ഏതെല്ലാം തരത്തിലുള്ള ഗോപികമാരുണ്ടെന്നുള്ളത്, ഏതെല്ലാം വിധത്തിലുള്ള ഗോപികമാരുണ്ടെന്നുള്ളത്. അപ്പൊ അങ്ങനെ മാധവൻ ഇങ്ങനെ നടുക്ക് നിൽപ്പുണ്ട്. അപ്പൊ ഓരോ 2 ഗോപികമാരുടെയും നടുക്ക് ഒരു മാധവൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ പല പല മാധവന്മാരായി പല പല കൃഷ്ണനായിട്ട് ആ രാസലീലയിൽ പ്രകടമായി. നോക്കിയാൽ ഒരു വ്യത്യാസവുമില്ല. ഒരു ഗോപികമാർക്കും അറിഞ്ഞുകൂടാ എന്റെ കൃഷ്ണൻ എന്റെ കൂടെ ഉണ്ട്, എന്റെ കൃഷ്ണൻ എന്റെ കൂടെ ഉണ്ട്. ഓരോ ഗോപികമാരും ചിന്തിക്കുന്നത് അതാണ്. അവർക്കാർക്കും കൃഷ്ണൻ അപ്പുറത്തുണ്ടെന്ന് അറിഞ്ഞുകൂടാ. അതാണ് അവിടുത്തെ രാസലീലയിൽ ആ കൃഷ്ണൻ പലതായി ഒരേ ഭാവത്തിൽ, ഒരേ രൂപത്തിൽ, യാതൊരു വ്യത്യാസവും ഇല്ലാതെ ഭഗവാൻ ഗോപികമാരുടെ നടുവിൽ നിന്നു. അതുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് പറയാൻ പറ്റും? ആർക്കെങ്കിലും പറയാമോ? കൃഷ്ണൻ അതേ രൂപത്തിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ കൃഷ്ണൻ ഇവിടെ കണ്ടു. എവിടെയാണ്? ദ്വാരകയിലെ 16,108 ഗ്രഹങ്ങളിലും ചെല്ലുമ്പോൾ എന്താണ് ഓരോടത്തും നാരദൻ സന്ദർശിച്ചതിനെ കുറിച്ച് ഭാഗവതം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എവിടെ ചെന്നാലും കൃഷ്ണന് യാതൊരു ഭാവ വ്യത്യാസവും ഇല്ല, ഒരു രൂപവ്യത്യാസവും ഇല്ല,
ഒന്നിലുമില്ല. ഓരോ രാജ്ഞിമാരുടെ കൂടെയും ഓരോ രാജ്ഞിമാരുടെ അടുത്തും ഓരോ രീതിയിലുള്ള ലീലകളിൽ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഓരോരുത്തരുടെ കൂടെയും കളിക്കുന്നു. ഒരിടത്ത് കുഞ്ഞുങ്ങളെ ചിലപ്പോൾ നോക്കുകയായിരിക്കും, ഒരിടത്ത് വേദം പറഞ്ഞു കൊടുക്കുകയായിരിക്കാം, ഒരിടത്ത് ആഹാരം കഴിക്കുകയായിരിക്കാം, ഒരിടത്ത് കൈയും കാലും കഴിക്കുകയായിരിക്കാം, ഒരിടത്ത് മുടി വാരി കെട്ടിവയ്ക്കുകയായിരിക്കാം. അങ്ങനെ ഓരോ ഭാവത്തിൽ എവിടെ നോക്കിയാലും കൃഷ്ണൻ ഒരേ രൂപത്തിൽ, ഒരു വ്യത്യാസവും അവിടെ കാണാൻ കഴിയുന്നില്ല. അങ്ങനെ 16,001 കൃഷ്ണനെ അവിടെ നാരദർ കണ്ടു. അപ്പൊ അങ്ങനെ ഒരേ രൂപത്തിൽ ഒരേ ഭാവത്തിൽ എന്ന് കാണുന്നതാണ് ഏത് പ്രകാശം അവിടെ സ്വയം രൂപം തന്നെ അവിടെ പ്രഭവ പ്രകാശമായിട്ടും വൈഭവ പ്രകാശമായിട്ടും മാറുന്നുണ്ട്. അപ്പൊ പ്രഭവ പ്രകാശത്തിന് എക്സാമ്പിൾ ഞാൻ ഇവിടെ പറഞ്ഞു. ഇനി വൈഭവ പ്രകാശമാകുമ്പോഴേ അവിടെ ഡിഫറെന്റ് ഇമോഷണൽ ഫീച്ചേഴ്സ് വ്യത്യാസമാണ്. അങ്ങനെ വരുമ്പോഴേ അവിടെ എന്താണ്, നമുക്ക് ഭഗവാൻ തന്നെ ഒരു വ്യത്യാസവും അവിടെ കാണുന്നില്ല. ശക്തിയിലും എല്ലാത്തിലും ഭഗവാൻ തന്നെ, പക്ഷെ അല്പം നിറത്തിൽ വ്യത്യാസം വരും. ആരാണത്? ബലരാമനായിട്ട് വരുമ്പോഴേ അവിടെ നിറത്തിൽ അല്പം വ്യത്യാസം വരും. പക്ഷെ ഇമോഷണൽ ഫീച്ചേഴ്സിലും ചിലപ്പോഴേ വ്യത്യാസം വരാറുണ്ട്. അതുപോലെ ദേവകി പുത്രനായിട്ട് വരുമ്പോഴേ ആദ്യം 2 കൈയോടുകൂടി വന്നു, പിന്നീട് ആദ്യം 4 കൈ, 2 കൈ 4 കാലുകളുമായിട്ട് ഇങ്ങനെ ശംഖചക്ര ഗദാപത്മത്തോടു കൂടിയ 4 കൈകളായിട്ട് ഇങ്ങനെ പ്രദർശിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ദേവകി ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞു, കംസൻ കൊണ്ടുപോകും, ഭഗവാനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വന്ന് പിടിച്ചോണ്ട് പോകുന്നൊക്കെ പറഞ്ഞ് ദേവകി ഭയക്കുന്നത് കണ്ടപ്പോഴേ ആ 4 ശംഖചക്ര ഗദാപത്മങ്ങളോടുകൂടിയ കൈകൾ അങ്ങ് മാറ്റിയിട്ട് എന്തായി, വേണുംകുണന്തമരവിന്ദദളായതാക്ഷമായിട്ട് മാറി അല്ലെ. ശംഖചക്ര ഗദാപത്മങ്ങളെല്ലാം മാറ്റി പിടിച്ചു, എല്ലാം കൈകളിൽ തന്നെ ഉണ്ട്, എല്ലാം മാറ്റി പിടിച്ചിട്ട് അവിടെ എന്തായി, 2 കൈകൾ കൊണ്ട് നിർത്തുന്ന ഇതായിട്ട് മാറുകയും ചെയ്തു എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ പ്രഭവപ്രകാശമായിട്ടും വൈഭവ പ്രകാശമായിട്ടും മാറുന്നുണ്ട് ഭഗവാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ പിന്നീട് അടുത്തത് ഞാൻ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞത് ഏത് ഭാവം മാത്രമാണ്, ഏത് സ്വയം രൂപം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇനിയും തദേകാത്മക രൂപമുണ്ട്, അത് പിന്നീട് പറഞ്ഞു തരാം. സ്വയം രൂപത്തിൽ ഇത്രയേ ഉള്ളൂ, പ്രഭവപ്രകാശവും വൈഭവ പ്രകാശവും. അപ്പം അത് രണ്ടും മനസ്സിൽ വെച്ചുകൊള്ളുക. പിന്നെ തദേകാത്മക രൂപം വരുമ്പോഴാണ് ഭഗവാന് 2ആയിട്ട് അവിടെ രൂപം കാണിക്കുന്നു. 2ആയിട്ട് വരുന്നു, സ്വാംശവും വിലാസവും. എല്ലാം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിൽ നിൽക്കത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറയണ്ടെന്ന് വെക്കുന്നത്. അപ്പൊ സ്വയം രൂപം എന്താണെന്ന് മനസ്സിലാക്കുക, പിന്നെ അടുത്തത് തദേകാത്മ രൂപമാണെന്ന് മനസ്സിലാക്കുക. അവിടെ സ്വാംശമായിട്ടും വിലാസമായിട്ടും വരുന്നു. എന്താണ് ഞാൻ പറഞ്ഞത് എന്നോർത്തെ? തദേകാത്മ രൂപത്തിൽ എങ്ങനെയാ വരുന്നത്? ഹരേ കൃഷ്ണ. സ്വാംശവും വിലാസവും. സ്വാംശം വിലാസം. സ്വാംശ രൂപത്തില് വിലാസ രൂപത്തിന്. സ്വാംശത്തിൽ വരുമ്പോഴേ മനസ്സിൽ വെക്കണേ, ഇത് മറന്നു പോകരുത്. സ്വാംശ രൂപത്തിൽ വരുമ്പം ഈസിയാണ്. എന്താണ്, നമുക്കറിയാവുന്നതാ. പുരുഷാവതാരങ്ങള്, ലീലാവതാരങ്ങള്, മന്വന്തരാവതാരങ്ങള്, യുഗാവതാരങ്ങള്, ഇതൊക്കെ സ്വാംശമായിട്ട് വരുന്നതാണ്. സ്വാംശം. ഇനിയും അടുത്തത് വിലാസ വിഗ്രഹമായിട്ട്, വിലാസ വിഗ്രഹവും ആയിട്ട് വരുമ്പോഴേ അവിടെ ആ വിലാസത്തിൽ നിന്ന് അവിടെ എന്തുണ്ട്, അവിടെ വരുമ്പോഴാണ് കുറച്ച് വ്യത്യാസം വരുന്നത്. ചതുർവ്യൂഹങ്ങളായിട്ടങ്ങ് മാറുന്നത്. മനസ്സിലായോ? അപ്പം എന്താണ്, സ്വാംശത്തിൽ അവതാരങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. പിന്നെ വിലാസത്തിൽ വരുമ്പം പ്രഭവ വിലാസവുമുണ്ട്. മുമ്പേ ഞാൻ പറഞ്ഞില്ലേ പ്രഭവ പ്രകാശം പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ പറയുന്നു പ്രഭവ വിലാസവുമുണ്ട്, വൈഭവ വിലാസവുമുണ്ട്. എന്തൊക്കെയാണുള്ളത്? വൈഭവ വിലാസവും ഉണ്ട്. അപ്പൊ പ്രഭവ വിലാസത്തിലാണ് ഫസ്റ്റ് ചതുർവ്യൂഹം വരുന്നത്. പ്രഭവ വിലാസത്തിന് ഫസ്റ്റ് ചതുർവ്യൂഹം. അതില് വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. അതിലെ സംഘർഷണനെ നമ്മൾ മൂലസംഘർഷണൻ എന്ന് പറയും. പ്രയാസമുള്ള പാർട്ടാണ്, ഇത് മനസ്സിലാക്കാന്. ഞാൻ ഓടിച്ചെന്ന് പറയുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് കിട്ടില്ല എന്ന് എനിക്കറിയാം. പ്രഭവിലാസത്തിൽ വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് ചതുർവ്യൂഹം വരും. ചതുർവ്യൂഹത്തിൽ ഉള്ള സംഘർഷണനെ നമ്മള് മൂലസംഘർഷണൻ എന്ന് പറയും. മൂലസംഘർഷണനിൽ നിന്ന് നമുക്കറിയാം നാരായണൻ ഉണ്ടാകുന്നുവെന്നും
ആ നാരായണനാണ് എവിടെ നിൽക്കുന്നത്? ലക്ഷ്മീപതിയായിട്ട് വൈകുണ്ഠത്തിൽ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ആ നാരായണൻ പിന്നെയും പിന്നെ വൈഭവവിലാസം വരുന്നു. വൈഭവവിലാസം വരുമ്പോഴത്തേക്ക് അവിടെ സെക്കൻഡ് ചതുർവ്യൂഹം ഉണ്ടാകും. സെക്കൻഡ് ചതുർവ്യൂഹത്തിലും ഇതുപോലെ എന്തൊക്കെയാ? വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. അപ്പൊ അതിലെ ആ സെക്കൻഡ് സംഘർഷനെ നമ്മള് മഹാസംഘർഷൻ എന്ന് പറയുന്നു. മനസ്സിലായതേലും പിന്നീട് ഞാൻ ഇത് എടുക്കും, അതുകൊണ്ട് വിഷമിക്കണ്ട. ഇത് എടുത്തേ പോകാൻ പറ്റുള്ളൂ. സൃഷ്ടി എടുക്കുമ്പോൾ ഞാനിത് കൂടുതൽ കാര്യമായിട്ട് പറയാം. എന്തായാലും ആ മഹാസംഘർഷനിൽ നിന്നാണ് പിന്നീട് നമ്മുടെ എന്തൊക്കെയാ? കാരണോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണുവും അതുപോലെ ഗർഭോദകശായി വിഷ്ണുവും ഉണ്ടാകും. അത് പിന്നീട് എടുക്കും ഞാന്. എന്നാലും ഇത് മനസ്സിലാക്കി വെച്ചോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതേ ഉള്ളൂ. കാരണദശായി വിഷ്ണു എന്ന് പറയുന്നത് എന്താണ്? മെറ്റീരിയൽ യൂണിവേഴ്സിന്റെ എല്ലാത്തിന്റെ ഇരിപ്പിടമാണ് ആരെ? കാരണോദകശായി വിഷ്ണു. ഇത് കാരണദശായി വിഷ്ണുവിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. മെറ്റീരിയൽ ആയിട്ടുള്ള എല്ലാ യൂണിവേഴ്സസിന്റെ ഇരിപ്പിടമാണ് അദ്ദേഹം. ഇനി ഗർഭോദകശായി വിഷ്ണു എന്ത് ചെയ്യുന്നു? ഓരോ യൂണിവേഴ്സായിട്ട് മാറുന്നു, ഓരോ യൂണിവേഴ്സിലുമുണ്ട്. പിന്നെ ക്ഷീരോദകശായി വിഷ്ണു സൂപ്പർ സോളായിട്ട് ഓരോ ലിവിങ് എന്റിറ്റീസിലും ഉണ്ട്. ഇത്രയുമാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. പറയാൻ ഇനി ഒരുപാടുണ്ട്, ഞാൻ ഇത്രയൊന്ന് ഓടിച്ചു പറയുകയാണ്. പിന്നെ ഭഗവാൻ ആവേശ രൂപത്തിലും വരുന്നുണ്ട്. അത് വേറെ മൂന്നാമത്തേത്. ആവേശ രൂപത്തിലും വരുന്നുണ്ട്, ശക്ത്യാവേശ രൂപത്തിലും വരുന്നുണ്ട്. ആവേശ രൂപത്തിൽ വരുമ്പോൾ നമ്മൾ ഭഗവതാവേശമെന്നും പറയും. ഒന്നാമത്തേത് ഭഗവതാവേശം എന്ന് പറയും. ഭഗവതാവേശത്തിന് എക്സാമ്പിൾ ആണ് നമ്മുടെ കപിലദേവനും അതുപോലെ പിന്നെ ആരാണ്? ഋഷഭദേവൻ. പിന്നീട് ശക്ത്യാവേശത്തിൽ വരുമ്പോഴ് അത് ശേഷനാഗമായിട്ട്, അനന്തദേവനായിട്ട്, ബ്രഹ്മാവായിട്ട്, അതുപോലെ 4 കുമാരന്മാരായിട്ട്, നാരദനായിട്ട്, അതുപോലെ പൃഥു മഹാരാജാവായിട്ട്, അതുപോലെ പരശുരാമനായിട്ടൊക്കെ ശക്ത്യാവേശത്തിൽ വരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഓടിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഭഗവാന് തദാത്മക രൂപം, സ്വയം രൂപം, പിന്നെന്താണ്? ആവേശരൂപം എന്ന് 3 രൂപങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. സ്വയം രൂപം എന്താണ്? സ്വയം രൂപം തന്നെ സ്വയം രൂപവും സ്വയം പ്രകാശവുമായിട്ട് മാറുന്നു. അതിന് എക്സാമ്പിൾ പറഞ്ഞു. പിന്നെ തദേകാത്മക രൂപ, സ്വയം രൂപത്തിൽ തന്നെ നമ്മളെ പ്രഭവപ്രകാശവും വൈഭവപ്രകാശവും ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ തദേകാത്മക രൂപമുണ്ട്, അത് 2 തരത്തിൽ സ്വാംശവും വിലാസവുമാണെന്ന് പറഞ്ഞു. പിന്നെ ആവേശരൂപമുണ്ട്, അതിന് 2 തരത്തില് ഭഗവതാവേശവും ശക്ത്യാവേശവും. ഇത്രയുമാണ് ഇതിനെക്കുറിച്ച്. അപ്പം കുറച്ചുകൂടി അത് പറയാൻ കാരണം വിഷ്ണു തത്വങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം വിഷ്ണു തത്വങ്ങൾ ഭഗവാന് സമാനരല്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ ഇതിനകത്തുനിന്ന് നമുക്ക് ശ്രീലപ്രഭു അതിൽ പറഞ്ഞു തന്നിരിക്കുന്ന ബലദേവൻ നിത്യാനന്ദ പ്രഭുവായി അവതരിച്ചു. അങ്ങനെ അവിടെ വന്നിട്ട് യഗ എന്നും മാധ എന്നും പേരുള്ള അങ്ങേയറ്റം ബദ്ധാത്മാക്കളായ 2 പേരെ മോചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അഹൈതവുമായ കാരുണ്യം പ്രദർശിപ്പിച്ചു. ഇതെല്ലാം നിങ്ങളെ ചൈതന്യ ചരിതാമൃതം പഠിച്ചപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾക്ക് യഗായിയെയും മാതായിയെയും എങ്ങനെയാണ് മോചിപ്പിച്ചെടുത്തത് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞാനത് പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയാം യഗായിയും മാതായിയും വളരെ പാപികളായിട്ട് ബ്രാഹ്മണ ഗ്രഹത്തിൽ വന്ന് ജനിക്കുകയും അവർ നിത്യാനന്ദ പ്രഭുവിനോട് ചെയ്ത കാപഠ്യങ്ങളെയൊക്കെ നിങ്ങൾ അതിൽ കേട്ടതാണ്. അപ്പൊ അവിടെ ജപിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു ദിവ്യ കാരുണ്യത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ പല വിവിധ രൂപങ്ങളെ കുറിച്ചും അദ്ദേഹം വിഷ്ണുതത്വങ്ങളായി വരുന്നതിനെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കിയെടുക്കാൻ ഈ ഒരു ശ്ലോകം നമ്മളെ സഹായിക്കുന്നു. ഇനിയുമുണ്ട്, വിഷമിക്കേണ്ട. നമ്മൾ ഇതൊക്കെ വിശദീകരിച്ച് ഒരുപാട് പഠിക്കാൻ നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ വരുമ്പോഴത്തേക്ക് സെക്കൻഡ് സ്കന്ധത്തിൽ വരുമ്പോഴത്തേക്ക് നമുക്കിത് വ്യക്തമായിട്ട് മനസ്സിലാകും. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് 30-ാം ശ്ലോകത്തിലേക്ക് കടക്കാം. വായിക്കാം, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ. പ്രദ്യുപ്ന സർവവൃഷ്ണീനാം സുഖമാസ്തേ മഹാരഥഃ ഗംഭീരരയോ അനിരുദ്ധോ വർദ്ധതേ ഭഗവാനുത. പ്രദ്യുപ്ന സർവവൃഷ്ണീനാം
സുഖമാസ്തേ മഹാരഥഃ ഗംഭീരരയോ അനിരുദ്ധോ വർദ്ധതേ ഭഗവാനുത. പ്രദ്യുപ്ന സർവ വൃഷ്ണീനാം സുഖം ആസ്തേ മഹാരഥഃ ഗംഭീര രയഃ അനിരുദ്ധഃ വർദ്ധതേ ഭഗവാൻ ഉതഃ. ഇത്രയും വാക്കുകളാണ് അവിടെ ഉള്ളത്. പ്രദ്യുപ്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ പുത്രനായ പ്രദ്യുമ്നെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുള്ളതുമാണ്. പ്രദ്യുമ്നൻ ആരാണെന്നുള്ളത്. പ്രദ്യുമ്ന അല്ലാതെ പ്രദ്യുമ്നൻ എവിടെ പഠിച്ചു നിങ്ങള്? ശ്രീകൃഷ്ണ ഭഗവാന്റെ പുത്രനാണെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ വേറെ എവിടെ പറഞ്ഞു പ്രദ്യുമ്നെ കുറിച്ച്? ചതുർവ്യൂഹത്തിൽ വിലാസത്തിൽ പറഞ്ഞു അല്ലെ. വൈഭവ വിലാസത്തിലെ പ്രദ്യുമ്നൻ ഉണ്ടെന്ന് പറഞ്ഞു. പ്രദ്യുമ്നൻ ആരായിട്ട് വരുന്നു എന്ന് പറഞ്ഞു? പ്രദ്യുമ്നനാണ്, അത് പറഞ്ഞില്ല, സോറി, ഗർഭോദകശായി വിഷ്ണുവായിട്ട് വരുന്നത് പ്രദ്യുമ്നനാണ്. സംഘർഷനാണ് കാരണോദകശായി വിഷ്ണുവായിട്ട് വരുന്നു. അനിരുദ്ധൻ ആരാണ്? ക്ഷീരോദകശായി വിഷ്ണുവായിട്ടും വരുന്നുണ്ട്. അതവിടെ നിന്നോട്ട്, നമ്മൾ അവിടെയല്ല പഠിക്കുന്നത്, നമ്മൾ ഇവിടെയാണ്. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ പ്രദ്യുമ്നൻ എന്ന് പറയുന്നത് ഭഗവാന്റെ പുത്രനാണ്. സർവ എന്ന് പറഞ്ഞാൽ എല്ലാം. വൃഷ്ണീന, വൃഷ്ണീന എന്ന് പറയുമ്പോ വൃഷ്ണികുലത്തിലെ എല്ലാ കുടുംബാംഗങ്ങളുടെയും സുഖം, സന്തോഷം, ആസ്തേ അവസ്ഥയിൽ, മഹാരഥ, മഹാരഥനായിട്ടുള്ള, മഹാരഥി എന്നും കേട്ടിട്ടുണ്ട് അല്ലെ, മഹാരഥനായിട്ടുള്ള, ഏറ്റവും യുദ്ധം ചെയ്യാൻ ഏറ്റവും പ്രാപ്തനായിട്ടുള്ള, ഗംഭീര, മലയാളത്തിലുള്ള ഗംഭീര തന്നെ. ഈ രയഃ, രയ എന്ന് പറഞ്ഞാൽ സംസ്കൃത വാക്ക് സാമർഥ്യം. അനിരുദ്ധ, അത് ഇവിടെ ഉള്ള ഈ വിസ്തരണങ്ങളെല്ലാം ഭഗവാന്റെ പുത്രനായിട്ട് ഇവിടെ വന്ന് ജനിക്കുന്നു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അനിരുദ്ധൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൗത്രനായിട്ട് വരുന്നു. വർദ്ധതേ, അഭിവൃദ്ധിപ്പെടുത്തുന്നു. ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനായി. ഉത, നിശ്ചയം, നിശ്ചയമായിട്ട് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അപ്പൊ പ്രദ്യുമ്ന സർവവൃഷ്ണീന സുഖമാസ്തേ മഹാരഥഃ ഗംഭീരരയോ അനിരുദ്ധോ വർദ്ധതേ ഭഗവാനുതഃ. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പസ് ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ദേവ് കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ രാമ. വിവർത്തനം നോക്കാം. വൃഷ്ണിവംശത്തിലെ മഹാരഥനായ പ്രദ്യുമ്നനെ സൗഖ്യം തന്നെയല്ലേ പരമദിവ്യോത്തമ പുരുഷന്റെ പൂർണ്ണ വിസ്തരണമായ അനിരുദ്ധൻ സാമോദത്തെ ആടെയാണോ ജീവിച്ചു പോരുന്നത്? അപ്പം നമ്മൾ ആരുടെ ക്വസ്റ്റ്യൻസാ ഇതൊക്കെ? ആരാ ക്വസ്റ്റ്യൻ ചോദിക്കുന്നേ? അത് മറന്നുപോയോ? ഹരേ കൃഷ്ണ. എന്തോ? യുധിഷ്ഠിരൻ. യുധിഷ്ഠിര മഹാരാജ. അപ്പൊ ഇവിടെ ചോദിക്കുകയാണ് പ്രദ്യുമ്നെ കുറിച്ചും അനിരുദ്ധനെ കുറിച്ചും. അവരവര് വിസ്തരണങ്ങളാണ്, ഭഗവാന്റെ വിസ്തരണങ്ങളാണ് അവരെന്ന് പറഞ്ഞിരിക്കുന്നു. അവരിരുവരും വിഷ്ണു തത്വങ്ങളുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞു തരാൻ കാരണം. പിന്നെ ദ്വാരകയിൽ സംഘർഷണം ദ്യുമ്നൻ അനിരുദ്ധൻ ഈ നാമധേയത്തിലുള്ള അദ്ദേഹത്തിന്റെ പൂർണ്ണ വിസ്തരണങ്ങളോടെ ഭഗവാൻ വസുദേവൻ അദ്ദേഹത്തിന്റെ അതീനലീലകളിൽ ഏർപ്പെട്ടിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ട്, സ്റ്റോറി കേട്ടിട്ടുണ്ടാവും. 10ാം സ്കന്ധത്തിലുള്ളത് ഭഗവാനെ ഭൂമി ദേവിയും അതുപോലെ ദേവന്മാരും എല്ലാവരും കൂടി പാലാഴിയിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന അവസരത്തില്, ഇവിടുത്തെ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന അധർമ്മത്തെ കുറിച്ചൊക്കെ പറയുന്ന അവസരത്തില് ഭഗവാൻ ഇരിക്കുന്നു, ഞാനിവിടെ ഉടൻ തന്നെ ഭൂമിയിലേക്ക് വരുന്നുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ വരുന്ന അവസരത്തില് ആരൊക്കെ ആരായിട്ട് ഏതെല്ലാം അവതാരങ്ങൾ എടുത്ത് ഏതെല്ലാം രീതിയിൽ ഭൂമിയിൽ വരണം, ഭഗവാനെ വിശ്വേശ്വരനെ സഹായിപ്പതിനായിട്ട് ഏതൊക്കെ ദേവതകൾ എങ്ങനെയായിട്ട് ഇവിടെ വന്ന് ജനിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മുടെ ഈ പുസ്തകത്തിലും പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ എഴുത്തച്ഛന്റെ പുസ്തകമൊക്കെ വായിച്ചിട്ടുള്ളവർക്കറിയാം ഏതെല്ലാം വംശങ്ങളിൽ ആരെല്ലാമായി വന്ന് ജനിക്കണം എന്നുള്ളത് വ്യക്തമായി പറയുന്നുണ്ട്. അങ്ങനെ ഈ വിഷ്ണു തത്വങ്ങളൊക്കെയും അദ്ദേഹത്തിനോടൊപ്പം ഇവിടെ വന്നിരുന്നു. ഓരോരുത്തരും ദ്വാരകം മുഴുവനും എന്തായിരുന്നു? തത്വങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു എന്നാണ് പറയുക. അവർ ഓരോരുത്തരെയും അനിരുദ്ധൻ എന്ന നാവുമായി ബന്ധപ്പെടുത്തി പരാമർശിച്ചതുപോലെ പരമദിവ്യോത്തമ പുരുഷൻ എന്ന് പറയുന്നുമുണ്ട്. ഇവരെ എല്ലാം പരമദിവ്യോത്തമ പുരുഷൻ എന്ന് പറയാം. കാരണം എന്താണ്? അതേ ശക്തിയോടുകൂടിയാണ് ഇവരെല്ലാം അതിരിക്കുന്നത്. പക്ഷേ
പറഞ്ഞു വേണ്ടടത്തെ വേണ്ട രീതിയിലേ ഉപയോഗിക്കാവൂ എന്നുള്ളത് നിർബന്ധമാണ്. നമ്മളെപ്പോലെ പറഞ്ഞാൽ കേൾക്കാത്ത നമ്മളെപ്പോലുള്ള ആൾക്കാരല്ല. അവര് വിഷ്ണു തത്വങ്ങളാണ്. ഭഗവാൻ എന്തുദ്ദേശിക്കുന്നു അതേ രീതിയിലേ വിഷ്ണു തത്വങ്ങൾ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ്. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രത്യുജ്ഞാ സർവവിഷ്ണീനാം സുഖമാസദേ മഹാരഥ ഗംഭീരയോ തയോ അനിരുദ്ധോ വർദ്ധതേ ഭഗവാനൂതഃ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഇനി ആരും വായിക്കുന്നു? ഹരേ കൃഷ്ണ. പ്രത്യുജ്ഞ സർവവൃഷ്ണീനാം സുഖമാസ്തേ മഹാരഥഃ ഗംഭീരയോ അനിരുദ്ധോ വർദ്ധതേ ഭഗവാനുതാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം വിഷ്ണുവംശത്തിലെ അവരോരുത്തരെയും കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത 31-ാമത്തെ ശ്ലോകം. സുഷേണശ്ചാരുദേഷ്ണശ്ച സാംഭോജാംബവതീ സുതഃ അന്യേജകാർഷ്ണി പ്രവരാ സപുത്രാർഷഭാദയഃ. സുഷേണശ്ചാരുദേഷ്ണശ്ച സാംഭോജാംബവതീ സുതഃ അന്യേജകാർഷ്ണി പ്രവരാ സപുത്രാ ഋഷഭാദയഃ. സുഷേണ ചാരുദേഷ്ണ സാംബ ജാംബവതീ സുത അന്യേ ച കാർഷ്ണി പ്രവരാഹ സപുത്ര ഋഷഭ ആദയഃ. സുഷേണ അവിടുത്തെ ഓരോ വിസ്തരണങ്ങൾ ഓരോ ഭഗവാനെ ബന്ധപ്പെടുത്തിയുള്ള എല്ലാവരും തന്നെ ഭഗവാനോടൊപ്പം ഇവിടെ വന്നിട്ടുണ്ട്. അവരെ എല്ലാം തിരിച്ചു വിടാനാണ് ഇനി ഭഗവാൻ ശ്രമിക്കുന്നത്. ഈ വന്നിട്ടുള്ളവരെ എല്ലാം ഇവിടെ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? അല്പാൽപ്പം മായ പിടിക്കും. അവരവിടെ നിന്ന് വരുന്നത് ഭഗവാന്റെ വിസ്തരണങ്ങളായിട്ട് ഇവിടെ വരുന്നെങ്കിലും ഇവിടെ വന്നപ്പോൾ അല്പാൽപ്പം മായയിൽ പെട്ടുപോകുന്നു. അതുകൊണ്ട് ഇനി ഇവരെല്ലാം തിരിച്ചു വിടണം. അതാണ് ഭഗവാന്റെ ശ്രമം. അപ്പൊ ഇവിടെ ചോദിക്കുകയാണ്, സുഷേണൻ, ചാരുദേഷ്ണൻ, അതുപോലെ സാമ്പനെ എല്ലാവർക്കും ഓർമ്മ കാണും അല്ലെ, ജാംബവതിയുടെ പുത്രൻ, പിന്നെ ഋഷഭൻ തുടങ്ങിയ ശ്രീകൃഷ്ണ ഭഗവാന്റെ എല്ലാ പ്രവരന്മാരും, ഇനിയും അവര് വന്നു അവരുടെ പുത്രന്മാരും, ഇവരൊക്കെ സർവ്വ ഐശ്വര്യങ്ങളോടും ക്ഷേമത്തോടു കൂടിയല്ലേ ജീവിക്കുന്നത്. ഇവരിവിടെ വന്നു, ഇവിടെ അവർക്കും പുത്രന്മാരുണ്ടായി. അപ്പൊ അവര് ഇത്ര വലുതായി അവരുടെ കുടുംബം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഇവരെ കുറിച്ചൊക്കെ ചോദിക്കുന്ന, അവരുടെ ഐശ്വര്യങ്ങളെ കുറിച്ച് അവരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചത്. അപ്പൊ അവിടെ ഉള്ള ഭഗവാന്റെ വിസ്തരണങ്ങളായി ഇവിടെ വന്നിട്ടുള്ളവരും അവരുടെ കുടുംബത്തിൽപ്പെട്ട അവരുടെ പുത്രന്മാരും ഒക്കെ ഇവരുമായി ബന്ധമുള്ളവരാണ്. ആരുമായിട്ട്? പാണ്ഡവരുമായി ബന്ധമുള്ളവരാണ്. അപ്പൊ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അവര് തങ്ങളില്? ആർക്ക് പറയാം? കൃഷ്ണൻ വിഷ്ണു വംശം ആയതുകൊണ്ട് ബാക്കി എല്ലാരും ആ വംശത്തിൽപ്പെട്ടവർ. പിന്നെ കൂടാതെ എന്താണ് വസുദേവരുടെ മകനാണ് ഭഗവാൻ അല്ലെ? വസുദേവരുടെ മകനായിട്ടാണ് ഭഗവാൻ അവിടെ വരുന്നത്. അപ്പം വസുദേവരുടെ സഹോദരിയാണ് ആര്? പൃഥ അല്ലെങ്കിൽ കുന്തിദേവി. കുന്തിദേവിയുടെ അച്ഛന്റെ പേരെന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞതാ. കഴിഞ്ഞ ക്ലാസ്സിലല്ല, ഒരുപാട് ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്. ശരിക്കുള്ള അച്ഛൻ ശൂരസേനൻ. ശൂരസേനന്റെ സുഹൃത്തിന് മകളെ നൽകി. ആരാണത്? കുന്തിഭോജൻ അല്ലെ? അപ്പൊ അങ്ങനെ സഹോദരിയുടെ മക്കളാണ് പാണ്ഡവര്. അപ്പൊ അങ്ങനെ അവരും അവരുടെ പുത്രന്മാരും ഒക്കെ ആയിട്ട് ഇവർക്ക് ബന്ധമുള്ളത് കൊണ്ട് അവരും ബന്ധവും ഉണ്ട്. വെറും ബന്ധം മാത്രമല്ല, നല്ല സ്നേഹബന്ധം അവർ തമ്മിൽ ഉണ്ട്. അതുകൊണ്ട് അവരെല്ലാം ഐശ്വര്യത്തോടെയാണോ ക്ഷേമത്തോടെയാണോ ജീവിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പൊ പറഞ്ഞിരിക്കുന്നു, ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ ഇവിടെ വന്നു, വിസ്തരണങ്ങളും എല്ലാം ഇവിടെ വന്ന് ജനിക്കണം. ആരായി ജനിക്കണമെന്നും പ്രത്യേകിച്ച് നമ്മൾ ഭാഗവതത്തിൽ പഠിക്കും. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ ദ്വാരകയിൽ ജീവിക്കുന്ന അവസരത്തിൽ, ദ്വാരക ഭരിക്കുന്ന അവസരത്തില് നമുക്കറിയാം, വിവാഹം 16,108 സ്ത്രീകളെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പം അവർക്ക് ഓരോരുത്തർക്കും 10 പുത്രന്മാരെ കിട്ടി. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും 16,108 ഗുണം 10 അല്ലെ? അപ്പൊ അത്രയും ആൾക്കാരെയാണ് അവിടെ കുടുംബമാണ് വർദ്ധിച്ചത് എന്ന് നമ്മള്
ഓർക്കണം. അപ്പൊ അങ്ങനെ അവരെല്ലാം വളർന്നു വലുതായി. അവർക്ക് ഓരോരുത്തർക്കും പിതാവിനെ പോലെ തന്നെ അനേകം പുത്രന്മാരുണ്ടായി. ഭഗവാന് 125 വയസ്സുമായി. അപ്പൊ അങ്ങനെ ഇവർക്കെല്ലാം പുത്രന്മാരുണ്ടായി. അങ്ങനെ ഭഗവാന്റെ കുടുംബത്തിലെ മൊത്ത സംഖ്യ എത്ര അങ്ങോട്ട് വർദ്ധിച്ച് ഗണനാതീതമായ എല്ലാ ജീവജാലങ്ങളുടെയും, നമുക്കറിയാം പ്രപഞ്ചത്തിലുള്ള സർവ്വജീവജാലങ്ങളുടെയും പിതാവ് മുത്തച്ഛനാണ് ഭഗവാൻ. പക്ഷെ അദ്ദേഹത്തെ നമ്മൾ ഒരിക്കലും അങ്ങനെ കാണുന്നില്ല. നമ്മൾ എപ്പോഴും എങ്ങനെയാണ് കർണയോ കർണികാരം വിപ്രത്വാസ കനകകവിശം വൈജയന്തിം ചമാല എന്ന് പറഞ്ഞുകൊണ്ട് അതേ രീതിയിൽ നമ്മൾ ഭഗവാനെ കാണുന്നത്. പക്ഷേ നമ്മളുടെ പ്രപഞ്ചത്തിലുള്ള സർവ്വതിന്റെയും മുതുമുത്തച്ഛൻ ഭഗവാനാണ്. അതുപോലെ ഇവിടെ ദ്വാരകയിലും എല്ലാത്തിന്റെയും പിതാവ്, എല്ലാവരുടെയും പിതാവ് ഭഗവാനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ അവിടെ ഉണ്ട്. എല്ലാം ഉന്നതനായി ഏറ്റവും മൂത്ത ആളായി നിൽക്കുകയാണ് ഭഗവാൻ എന്നുള്ളത്. പക്ഷേ ഭഗവാനെ ഒരു ഫോട്ടോയിലോ ഒരു രീതിയിലോ നമുക്ക് ഭഗവാന് പ്രായം വർദ്ധിക്കുന്നില്ല. ഭഗവാനെ കാണുമ്പോൾ വളരെ ശ്യാമസുന്ദരനായി എന്നും കാണുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു ബൃഹത്തായ ഒരു വലിയ കുടുംബത്തിന്റെ ഉടമസ്ഥനായിട്ടാണ് ദ്വാരകയിൽ അദ്ദേഹം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് അതിശയിക്കേണ്ട. ഭഗവാൻ 16,108 വിവാഹം കഴിക്കുമോ? അല്ലെങ്കിൽ ഓരോരുത്തർക്കും 10 പുത്രന്മാരുണ്ടാകുമോ? ഇത്രയും ലക്ഷക്കണക്കിന് ഈ കുടുംബങ്ങളെ എങ്ങനെ നോക്കി? ഇതൊന്നും നമ്മുടെ മനസ്സിൽ ഇത് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ്. നമ്മുടെ മനസ്സിൽ അത് വരാൻ പാടില്ല. കാരണം എന്തുകൊണ്ട്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ ഭഗവാനുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുകയാണ്. നമ്മൾ ഭഗവാനെ നമ്മളോട് താരതമ്യം ചെയ്യാൻ പാടില്ല. അങ്ങനെ താരതമ്യം ചെയ്യുമ്പോഴാണ് നമുക്ക് ഡൗട്ട്ഫുൾ ആവുന്നത്. ഭഗവാൻ ഇത്രയും കുടുംബം ഉണ്ടോ? അല്ലെ ഇത്രയും ഭാര്യമാരെ എങ്ങനെ നോക്കി? അല്ലെങ്കിൽ ഇത്രയും ഒരു ഭാര്യ 2 ഭാര്യമാരെ നോക്കാൻ എത്ര പറ്റാത്ത ഒരു സ്ഥിതിയിൽ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആരെന്തെങ്കിലും ഒരാളെ തന്നെ നോക്കി പോകാൻ പാടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തില് ഈ ഇത്രയും 16,108 പേരെ എങ്ങനെ നോക്കി എന്നൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പം നമ്മൾക്ക് അത് പാപമായിട്ട് വരും. നമ്മുടെ കഴിവല്ല ഭഗവാന്റേതെന്നും നമ്മളെ പോലെയല്ല ഭഗവാനെന്നും നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കഴിവെന്ന് പറയുന്ന എന്താണ്? ലിമിറ്റഡ് ആയിട്ടേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം എന്നുള്ളതാണ്. ഒരിക്കലും അത് ഉചിതമായിട്ടോ ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കാനേ പാടില്ല എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കഴിവ് വേറെ, നമ്മുടെ കഴിവ് വേറെ. അങ്ങനെ ഭാഗികമായി നമ്മളൊന്നും കണക്ക് കൂട്ടാൻ പാടില്ല. അപ്പം മഹാരാജാവ് യുധിഷ്ഠിരൻ അവരിൽ കുറച്ചുപേരെ കുറിച്ച് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ അദ്ദേഹത്തിന് അത്ര എല്ലാവരെ കുറിച്ചും ചോദിക്കാനുള്ള കഴിവൊന്നും ഇല്ല. ഭഗവാന്റെ കുടുംബത്തിലുള്ള സർവരെയും കുറിച്ച് ചോദിക്കാനൊന്നും അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുമായി. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓർത്തു വന്നവരെ കുറിച്ച്, അവരുമായിട്ട് കൂടുതൽ അടുപ്പമുള്ളവരെ കുറിച്ചും അദ്ദേഹം ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ശ്ലോകം വായിക്കും. കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. സുഷേണാശ്ചാംബോജാംബവതി സുതഃ അന്യേ ച കാഷ്ടിപ്രവര സപുത്ര ഋഷഭാദയഃ. ഹരേ കൃഷ്ണ. വേറെ ആര് വായിക്കുന്നു? ഓം നമോ ഭഗവതേ വാസുദേവായ. സുഷേണാചാരുദേഷ്ണശ്ച സംഭോജാംബവതി സുതഃ അന്യേ ച കാർഷ്ണീപ്രവര സപുത്ര ഋഷഭാദയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ അടുത്ത ശ്ലോകം. തഥൈവാനുചരാ ശൗരേ ശ്രുതദേവോത്ഥ നന്ദനന്ദശേഷ്ണ്യായേ ചന്യേ സാത്വദർഷഭ അഭിസ്വസ്ത്യാസദേ സർവേ രാമകൃഷ്ണ ഭുജാശ്രയാ ചലം അസ്മാകം ബദ്ധ സൗഹൃദാഃ. തഥൈവാനുചരാ ശൗരേ സുധദേവോദ്ധവാദയഃ സുനന്ദനന്ദശീർഷണ്യാ യേ ചാന്യേ സാത്വദർഷഭാഃ അഭിസ്വസ്ത്യാസദേ സർവേ രാമകൃഷ്ണ ഭുജാശ്രയാഃ അഭിസ്മരന്തി കുശലം അസ്മാകം ബദ്ധ സൗഹൃദാഃ. 4 ലൈൻസാണ്. 32, 33 ഒന്നിച്ചാണ് ഇവിടെ. തഥൈവ എന്നുള്ളത് പിരിച്ചെടുക്കും. തഥ പ്ലസ് ഏവ. തഥൈവാനുചര, പിന്നെ തഥ ഏവ അനുചരാഹ
എന്ന് മൂന്നായിട്ട് പിരിക്കണം. അതിനെ ആ ഒറ്റ വാക്കിനെ നമ്മൾ മൂന്നാക്കുന്നു. തഥ ഏവ അനുചരാഹ. പിന്നെ അടുത്ത വാക്ക് നമുക്കെല്ലാം ഓർമ്മയുള്ളതാണ്. ശൗരേഹേ, ഭഗവാനെ നമ്മൾ വിളിക്കുന്ന ശൗരേ. പിന്നെ സുതദേവ, അടുത്തത് സുതദേവ. ഉദ്ധവ ആദയഹ, സുതദേവനെ പിന്നെ ഉദ്ധവരെ, ആദയഹ തുടങ്ങിയവർ എന്നുള്ള അർത്ഥത്തില്. സുതദേവൻ, ഉദ്ധവ, സുതദേവ, ഉദ്ധവ, ആദയഹ. പിന്നെ അടുത്തതാരാണ്? സുനന്ദ, നന്ദ, ശീർഷണ്യ. അത് മൂന്നാകുന്നു. സുനന്ദ പേരാണ്. സുനന്ദ, നന്ദ, ശീർഷണ്യ. ശീർഷണ്യ പേരല്ല, മറ്റ് പ്രമാണിമാരെന്നുള്ള അർത്ഥത്തിലാണ് ശീർഷണ്യ. പിന്നെ ഏ ച അന്യേ, ഏ ച അന്യേ, ഏ ച അന്യേ എന്ന് നമ്മൾ ഒന്നിച്ചാ പറയുന്നത്. പക്ഷെ അവിടെ ഏ ച അന്യേ. പിന്നെ സാത്വത അർഷഭാഹ, സാത്വത ഇർഷഭാഹ എന്നുള്ളതാണ് ചേർത്ത് പറയുന്നതേ ഉള്ളൂ. അർഷഭ എന്ന്. സാത്വത ഇർഷഭാഹ, ഋഷഭന്മാരെ, അതിന്റെ അർത്ഥം പറയുമ്പോ പറയാം. ഋഷഭാഹ. അഭി സ്വസ്ത്യാസതേ സർവേ, അഭി എന്ന് വെച്ചാൽ അഭി സ്വസ്തി ആസതേ സർവേ രാമകൃഷ്ണ ഭുജ ആശ്രയ, രാമകൃഷ്ണ ഭുജ ആശ്രയ. പിന്നീടോ അഭി സ്മരന്തി കുശലം അസ്മാകം ബദ്ധ സൗഹൃദാഹ, അഭി സ്മരന്തി കുശലം അസ്മാകം ബദ്ധ സൗഹൃദാഹ. ഹരേ കൃഷ്ണ. ഇങ്ങനെ പിരിച്ചു വേണേ ശ്ലോകം എടുത്ത് പഠിക്കാനായിട്ട്. പ്രത്യേകിച്ച് നമ്മളെ ഇത് ഭാഗവത ശ്ലോകങ്ങൾ പഠിക്കുമ്പോൾ എൻ്റെ ഗുരു മഹാരാജാവ് എന്നോട് മഹാരാജ് പറഞ്ഞിട്ടുള്ളത് ഒരു പ്രത്യേക ബുക്ക് അതിനായിട്ട് കരുതുക. എന്നിട്ട് നമ്മൾ എത്ര ശ്ലോകം പഠിക്കുന്നോ ആ ശ്ലോകം ആദ്യം ബുക്കിൽ എഴുതുക. ബുക്കിൽ ആദ്യം ആ ശ്ലോകം എഴുതിയതിന് ശേഷം അതിനെ നമ്മൾ പിരിക്കുക, ഓരോ വാക്കുകളായിട്ട് പിരിക്കുക, പിരിച്ച് മനസ്സിലാക്കുക. പിന്നീട് അതിലെ ഓരോ വാക്കിന്റെയും അർത്ഥം നോക്കുക. എന്നിട്ട് മാത്രമേ നമ്മള് വിവർത്തനത്തിലേക്കും അതുപോലെ പിന്നെ ഭാവാർത്ഥത്തിലേക്കും പോകാവൂ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ആ ശ്ലോകം ശരിക്കും അങ്ങ് മനസ്സിലാകും. പിന്നെ ആ ശ്ലോകം നമ്മൾ പഠിച്ചതാണോ എന്നുള്ള ഒരു ഡൗട്ട് നമ്മളിൽ വരികയേയില്ല. അത്രമാത്രം ഫലപ്രദമാണ് അത്. പഠിക്കണമെന്ന് ശരിക്ക് പഠിച്ചു പോകണമെന്ന് ആഗ്രഹമുള്ളവരെ അതേപടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശ്ലോകം വ്യക്തമായിട്ട് മനസ്സിലാകും. ഹരേ കൃഷ്ണ. അപ്പം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ തഥാ ഏവ അനുചരന്മാരെ, നമുക്കറിയാം മലയാളത്തിലും അനുചരന്മാർ ഉണ്ട്. സന്തത നമ്മളെപ്പോഴും ശൗരി ശ്രീകൃഷ്ണ ഭഗവാനെ വിളിക്കുന്നതാണ്. ശ്രുതദേവൻ, അവിടെയുള്ള ആൾക്കാരിൽ കുറച്ചു പേരുടെ ചോദിക്കുകയാണ്, യുധിഷ്ഠിരന്റെ മനസ്സിൽ വരുന്നവരെ ചോദിക്കുക. ശ്രുതദേവൻ, ഉദ്ധവരെ, കഴിഞ്ഞ ദിവസം നമ്മൾ ഉദ്ധവരെ കുറിച്ച് പഠിച്ചു, തുടങ്ങിയ ആൾക്കാര്, സുനന്ദൻ, നന്ദൻ, ശീർഷണ്യ. അങ്ങനെ ശീർഷണ്യ എന്ന് വെച്ചാൽ മറ്റു പ്രമാണിമാരെല്ലാവരും, കുറച്ചു പേരുടെ പേര് പറഞ്ഞിട്ട് പറയാ, ബാക്കി പ്രമാണിമാരൊക്കെയും. അവരെല്ലാവരും ച എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യമായി, ഇപ്പൊ എല്ലാവർക്കും ബൈഹാട്ടായി കാണും എന്നുള്ള അർത്ഥം. അന്യ എന്ന് വെച്ചാൽ മലയാളത്തിലുള്ള മറ്റുള്ളവരെല്ലാം. സാത്വത എന്ന് പറഞ്ഞാൽ സാത്വതന്മാരെ എന്ന് പറഞ്ഞാൽ മുക്താത്മാക്കളായിട്ടുള്ളവര്. ഋഷഭന്മാരെന്ന് പറഞ്ഞാൽ, ഋഷഭൻ എന്ന് പറഞ്ഞൊരു രാജാവുണ്ടായിരുന്നു, പക്ഷെ ഭഗവാന്റെ അവതാരവുമായിരുന്നു അതേ. പക്ഷെ ഉത്തമ വ്യക്തി എന്നാണ് ഋഷഭൻ എന്ന വാക്കിന്റെ അർത്ഥം. അഭിയെങ്കിൽ സ്വസ്തി എന്ന് പറഞ്ഞാൽ സർവമംഗളം. ആസതേ ആകുന്നു, സർവേ അവർക്കെല്ലാം. പിന്നീട് രാമ കൃഷ്ണ, രാമൻ ബലരാമനെ കുറിച്ച് പറയുന്നു, കൃഷ്ണൻ ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് പറയുന്നു. അവരുടെ രണ്ടുപേരുടെയും ഭുജ ആശ്രയ, അവരുടെ ഭുജാശ്രയത്തിൽ വീക്ഷ്യാളകാവൃതമുഖം തവകുണ്ടല ശ്രീ ഗണ്ഡസ്ഥലാധരസുധം ഹസിതാവലോകം ദത്താഭയം ച ഭുജദണ്ഡയുഗം വിലോക്യ വക്ഷശ്രീകരമണം ച ഭവാമദാസ്യ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ ഭുജാശ്രയം, അദ്ദേഹത്തിന്റെ ആ ഭുജദണ്ഡയുഗം വിലോക്യ, അത്രമാത്രം കണ്ടാൽ ഭഗവാന്റെ ആ ഭുജത്തിന്റെ പ്രാധാന്യമാണ് അവിടെ പറയുന്നത്. ഭുജദണ്ഡയുഗം വിലോക്യ വക്ഷശ്രീകരമണം എന്ന് പറയുന്നത്. ഭുജാശ്രയ ഇവിടെ സംരക്ഷണത്തിന് കീഴിൽ. അഭി എങ്കിലും, സ്മരന്തി എന്ന് പറഞ്ഞാൽ സ്മരിക്കുക, ഓർക്കുക. കുശലം എന്ന് പറഞ്ഞാൽ ക്ഷേമം. അസ്മാകം നമ്മെ കുറിച്ച്, ഞങ്ങളെ കുറിച്ച്. ബദ്ധ സൗഹൃദാഹ
നമ്മളെ ശാശ്വതമായ മൈത്രിയോടുകൂടി, ബദ്ധസൗഹൃദം, അടുപ്പം എന്നുള്ള അർത്ഥം എടുത്താൽ മതി, വളരെ അടുപ്പത്തോടുകൂടി എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും വാക്കുകളാണ് അവിടെ ഉള്ളത്. പുസ്തകം ഇല്ലാത്തവരും ഏതെങ്കിലും വാക്ക് കിട്ടുന്നില്ല അർത്ഥമെങ്കിൽ അപ്പൊ ചോദിച്ചോളുക, മനസ്സിലാകാത്തതുണ്ടെങ്കിൽ. തഥൈവാനുചരാ ശൗരേ സുതദേവോത്ഥവാദയ സുനന്ദ നന്ദശീർഷണ്യ യേ ചാന്യേ സാത്വത ഋഷഭാഃ അപി സ്വസ്ത്യാസദേ സർവേ രാമകൃഷ്ണ ഭുജാശ്രയ അവിസ്മരന്തി കുശലം അസ്മാകം ബദ്ധ സൗഹൃദാഃ. ഞാൻ ആ ശ്ലോകം പറഞ്ഞത് തന്നെ രാമകൃഷ്ണ ഭുജാശ്രയാഃ, രാമകൃഷ്ണന്റെ എന്റെയും കൃഷ്ണന്റെയും ഭുജത്തിന്റെ ആ ബലത്തെ കുറിച്ച് നമ്മള് ഗോപികമാരോർക്കുന്ന ശ്ലോകമാണ്. അപ്പൊ അതേ ഇത്രയും വാക്കുകള് വിവർത്തനം, ട്രാൻസ്ലേഷൻ ഭക്തിവേദാന്ത സ്വാമി ശ്രീ പ്രഭുപാദ്. ശ്രുതദേവനും ഉദ്ധവനും മറ്റുള്ളവരും നന്ദനും സുനന്ദനും ഭഗവാന്റെ സന്തസഹചാരികളായ ശ്രേഷ്ഠരും പ്രമുഖരായ മറ്റു മുക്താത്മാക്കളും ഇവരെല്ലാം ശ്രീകൃഷ്ണ ഭഗവാനാലും ശ്രീ ബലദേവനാലും പരിരക്ഷിക്കപ്പെടും. അവർ തങ്ങളുടേതായ കർത്തവ്യങ്ങൾ യഥാവണ്ണം നിർവഹിക്കുന്നുണ്ടോ? നാമുമായി ശാശ്വത മൈത്രീബന്ധത്തിലുള്ള അവർ നമ്മുടെ ക്ഷേമത്തെ കുറിച്ച് വ്യാകുലപ്പെടുന്നുണ്ടോ? നമുക്കറിയാം, പണ്ട് അത് പഠിച്ചപ്പോ പറഞ്ഞു, ബുദ്ധിദേവി വസുദേവനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പാടുണ്ടായിട്ട് ആരും ഞങ്ങളെ തിരിഞ്ഞു നോക്കാനുണ്ടായില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ വസുദേവര് പറയുന്നുണ്ട്, കാലത്തിന്റെ ഘടനയിൽപ്പെട്ടു പോകുന്ന ഈ പല പ്രശ്നങ്ങൾക്കും നമ്മളെ കൊണ്ട് അതിന് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുകയില്ല. പിന്നെ ആർക്കേ ഇതിന് കഴിയുള്ളൂ? രാമകൃഷ്ണന്മാർക്കേ അതിന് കഴിയുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കുന്തിദേവിയെ. അപ്പൊ എവിടെയാണ് ദ്വാരകയിലെ വാസികളെ കുറിച്ചൊക്കെ ഉദ്ധവര് ചോദിക്കുകയാണ്. അവര് നല്ല രീതിയിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെയും അതുപോലെ രാമന്റെയും ഒക്കെ ഭുജാശ്രയത്തിൽ അവര് വളരെ മനോഹരമായി സന്തോഷത്തോടുകൂടി ജീവിക്കുന്നുണ്ടോ? അവര് നമ്മളുമായിട്ട് എത്രമാത്രം ബന്ധമാണ് അവർക്കുള്ളത്? അവരുടെ ക്ഷേമത്തെ കുറിച്ച് അവരെല്ലാം നമ്മുടെ ക്ഷേമത്തെ കുറിച്ച് വ്യാകുലപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഞങ്ങളെ കുറിച്ച് തിരക്കാറുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്ന പോലെ ഇവിടെ പറയുകയാണ്. അപ്പൊ ഇവിടെ ഉദ്ധവരുടെ കുറിച്ച് നമുക്കറിയാവുന്നതാണ്. അങ്ങനെയുള്ള മുക്താത്മാക്കൾ ഒരുപാടുള്ള, ഉദ്ധവരും അക്രൂരും ഒക്കെ ഉള്ള മുക്താത്മാക്കൾ ഒരുപാടുള്ള സ്ഥലമാണ്. ഭഗവാന്റെ കൂടെ എത്തിയിട്ടുള്ളവരാണ്. അതുപോലെ അവരെല്ലാം സന്തത സഹചാരികളുമാണ്. ഇവിടെ ഭഗവാന്റെ അച്ഛന്റെ അനിയന്റെ മകനായിട്ട് വരുന്നു എങ്കിലും പക്ഷെ അവരൊക്കെയും എവിടെ നിന്ന് വന്നവരാണ്? വിഷ്ണു തത്വമായിട്ട് അല്ലെങ്കിൽ ഭഗവാന്റെ ലോകത്ത് നിന്ന് വന്നിട്ടുള്ളവരാണ് ഉദ്ധവന്. വിഷ്ണു തത്വമല്ല, ഭഗവാന്റെ ലോകത്ത് നിന്ന് വന്നിട്ടുള്ളവരാണ് ഇവരൊക്കെയും. അങ്ങനെ സന്തത സഹചാരികളുമാണ് എപ്പോഴും ഭഗവാനോടൊപ്പം. അപ്പൊ ഭഗവാന്റെ ദൗത്യം പൂർത്തീകരിക്കാനായിട്ടാണ് അവരിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഭൗതിക ലോകത്തിൽ അവതരിച്ചത് അതിനുവേണ്ടി ഭഗവാന്റെ അഭിപ്രായം അനുസരിച്ചാണ് അവരിവിടെ വന്നത്. അതീന്ദ്രിയകൾ അതുപോലെ ഭഗവാൻ പ്രദർശിപ്പിക്കുന്ന അതീന്ദ്രിയമായ രീതിയിൽ അദ്ദേഹത്തെ സഹായിക്കുക. അതായിരുന്നു ഈ മുക്താത്മാക്കളുടെ ഒക്കെയും ശ്രമം. അവരിവിടെ വന്നത്, മുക്താത്മാക്കളായിട്ട് ഇവിടെ വന്നത് എന്തിനാണ്? ഭഗവാൻ ഇവിടെ വരാൻ പറഞ്ഞത് എന്തിനാണ്? ഭഗവാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഭഗവാൻ സ്വന്തമായിട്ട് ഏറ്റെടുക്കില്ല ഒന്നും. എല്ലാം ഭഗവാൻ എന്ത് ചെയ്യും? ഭഗവാൻ മറ്റുള്ളവർക്ക് കൊടുക്കും. നമുക്കറിയാം, ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഞാൻ ഇവരെ എല്ലാം വധിച്ചു കഴിഞ്ഞു എന്നേ, നീ അതിന്റെ പേരെടുത്താൽ മതി, നീ ഇന്ന് യുദ്ധം ചെയ്യൂ. അതിനോട് പറയുന്നില്ലേ, നീ യുദ്ധം ചെയ്യൂ, ഞാൻ ഇവരൊക്കെ എപ്പോഴേ വധിച്ചു കഴിഞ്ഞു, അതിന്റെ സമയമൊക്കെ ഞാൻ നിർണയിച്ചു കഴിഞ്ഞു, ഇനിയും നീ ഒന്ന് യുദ്ധം ചെയ്തോളൂ എന്ന് പറയും. അപ്പൊ ഓരോരുത്തർക്കും നമുക്കറിയാം, ഭീഷ്മദേവരെ കൊണ്ട് യുധിഷ്ഠിരൻ രാജ്യകാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കാൻ ആരെ ഏർപ്പെടുത്തി? ഭീഷ്മദേവനെ ഏർപ്പെടുത്തി. എന്തുകൊണ്ട്? ഭഗവാന് പറഞ്ഞു കൊടുത്താ പോരെ? അല്ല, ഭഗവാൻ അത് എന്ത് ചെയ്തു? ആ ഒരു സ്ഥാനം ഭീഷ്മദേവർക്ക് കൊടുത്തു. കാരണം അദ്ദേഹത്തെ പ്രശസ്തമാക്കുക. അതുപോലെ അതിന് എന്താണോ തന്റെ കൂടെ വരുന്ന മുക്താത്മാക്കളെ ഒക്കെയും തന്നെ പോലെ പ്രശസ്തമാക്കിയവരെ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഭഗവാൻ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയാണ് ഇവരെ ഇവിടെ കൊണ്ടുപോകുന്നത്. അപ്പം ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, എന്താ പറയുന്നത്? പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അപ്പൊ അതുപോലെ മുക്താത്മാക്കളും നിത്യഭഗവത് ഭക്തരും ഭഗവാനും നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം ഈ ഭൂലോകത്തിൽ വരാറുണ്ട്. എന്താണ്? ബ്രഹ്മാവിന്റെ ഒരു കാലഘട്ടത്തിൽ, ഒരു ബ്രഹ്മാവിന്റെ സമയത്ത് ഒരേ ഒരു പ്രാവശ്യം ഭഗവാൻ വരാറുള്ളൂ. പിന്നെ ബാക്കിയുള്ളതൊക്കെയും അദ്ദേഹത്തിന്റെ ജനന്മാരെയും അദ്ദേഹത്തിന്റെ ഏജൻസിനെ ഐക്യത്തെ ഉള്ളൂ.
തിരിച്ചു വിളിച്ചുകൊണ്ട് പോവാൻ. എന്തിനാ തിരിച്ചു വിളിച്ചുകൊണ്ട് പോകുന്നത്? ഭഗവാന്റെ മക്കളെല്ലാം ഇവിടെ വന്ന് കിടക്കുകയാണ്, ഭഗവാന്റെ അംശങ്ങളെല്ലാം ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ അവരെ തിരിച്ചു വിളിച്ചുകൊണ്ട് പോകാനായിട്ട് ആൾക്കാരെ വിടുന്നുണ്ട്, സേനാനികളെ വിടുന്നുണ്ട്. അങ്ങനെ അതുപോലെ ഭഗവാൻ പക്ഷേ ബ്രഹ്മാവിന്റെ കാലഘട്ടത്തിൽ ഒരു ദിവസത്തിന് പ്രാവശ്യമേ വരികയുള്ളൂ. അപ്പം മുക്താത്മാക്കളായ ഭഗവത് ഭക്തനും ഭഗവാനും നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം ഈ ഭൂലോകത്തിൽ അവതരിക്കുന്നു. അതെല്ലാം ഭഗവാൻ ഓർമ്മയുമുണ്ട്. പക്ഷേ ഈ വരുന്നവർക്കൊന്നും ആ ഓർമ്മ ഉണ്ടായിരിക്കില്ല. ഭഗവാന്റെ പ്രാന്തീയ ശക്തിയാൽ അതിനെക്കുറിച്ചെല്ലാം നമ്മൾ വിസ്തൃതരായി വിസ്മൃതിയിൽ ആണ്ടുപോകുന്നു. അപ്പം വിഷ്ണുതത്വമായിട്ടും അതുപോലെ ജീവതത്വമായിട്ടും വരുമ്പോൾ 4-ാം അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, എത്ര സമയം നമ്മൾ ഒരുമിച്ച് വന്നിരിക്കുന്നു, പക്ഷെ എനിക്കതെല്ലാം ഓർക്കാൻ കഴിയും, പക്ഷെ നിനക്കതേക്കുറിച്ച് ഓർക്കാൻ കഴിയുകയില്ല അർജുന എന്ന് പറയുന്നത് ഭഗവത്ഗീതയിൽ നമുക്ക് അറിയാം. അപ്പം വിഷ്ണുതത്വവും ജീവതത്വവും തമ്മിലുള്ള അന്തരം ഇതാണ്. ജീവതത്വങ്ങൾ ഭഗവാന്റെ അത്യന്ത സൂക്ഷ്മ ശക്തി കണങ്ങളായി എന്ന് വെച്ചാൽ നമുക്കറിയാം, വലിയ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോഴേ അതിൽ നിന്ന് ഒരു പൊരി തെറിച്ചു വീഴുന്നത് പോലെ ഒരു പൊരി മാതിരിയേ ഉള്ളൂ നമ്മളാകുന്ന ഈ ജീവതത്വങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊക്കെ പലയിടത്തും ഭഗവാന്റെ സംരക്ഷണം വേണ്ടി വരും എന്നുള്ളതാണ്. അങ്ങനെ ഭഗവാന്റെ ശാശ്വത സേവകന് ഏത് സമയത്തും എല്ലാവിധത്തിലുള്ള സംരക്ഷണവും നൽകാൻ ഭഗവാൻ സദാ സന്നദ്ധനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഭഗവാൻ ഇവിടെ വരുന്നതിന്റെ ഉദ്ദേശം തന്നെ ഇവിടെയുള്ള അധർമ്മത്തെ മാറ്റി ഇവിടെയുള്ള പ്രശ്നങ്ങൾ തീർത്തിട്ട് കൊണ്ടുപോകാനാണ്. അപ്പൊ ഭഗവാൻ അറിയാം, അതുകൊണ്ട് ഒന്നും തീരത്തില്ല ഇവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ. അപ്പൊ നമുക്ക് ഇവിടെ വന്നാൽ നമുക്ക് ഇവിടെ തന്നെ കഴിച്ചു കൂട്ടാനാണ് ഇഷ്ടം. ഇവിടുന്ന് ഓരോന്നിലും നമ്മൾ താല്പര്യം ഇല്ല. നേരത്തെ ഞാൻ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്, ഇന്ദ്രനെ ഇത് കിട്ടിയിട്ട് ശാപം കിട്ടിയിട്ട് പന്നിയുടെ രൂപത്തിൽ ഇവിടെ വരുന്നത് അല്ലെ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ ഇതുമായിട്ട് ഇങ്ങ് പൊരുത്തപ്പെട്ടു പോയി. ആ ശാപമോക്ഷം കഴിഞ്ഞു, തിരിച്ചു പോകേണ്ട കാലമായി. എന്നിട്ടും പോകാൻ ഇന്ദ്രന് തയ്യാറാകുന്നില്ല. ഇന്ദ്രൻ അതൊന്നും ഓർക്കുന്നില്ല. തന്റെ ഭാര്യ പത്നിമാരോടും മക്കളോടും കൂടി സുഖമായിട്ട് ഇവിടെ അങ്ങ് ജീവിക്കുകയാണ്. അപ്പം നാരദരൊരു ദിവസം ഇവിടെ ഇവിടെ സന്ദർശിക്കാൻ വന്നപ്പോഴാണ് നാരദോ ദർശന അല്ലേ. അപ്പം ദൈവദർശനനാണ് നാരദൻ എന്ന് പറയുന്നത്. ആ നാരദൻ ഇവിടെ വന്നപ്പോഴ് ഇന്ദ്രനെ കണ്ടപ്പോൾ ചോദിക്കുന്നു, തിരിച്ചു പോകേണ്ട കാലം കഴിഞ്ഞില്ലേ, പോകണ്ടേ എന്ന് ചോദിക്കുമ്പോ പറയും എന്താണ്, ഓ എനിക്കിവിടെ സുഖമാണ്, ഞാനിവിടെ കഴിഞ്ഞോളാന്ന് പറയും. പിന്നെ നിർബന്ധപൂർവം അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് ഓർമ്മിപ്പിച്ചിട്ടാണ് പറഞ്ഞു വിടുന്നത്. അപ്പൊ ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ മായക്കകത്ത് അങ്ങ് പെട്ടുപോകും. പിന്നെ നമുക്ക് പോകണമെന്നൊരു ആഗ്രഹം വരുത്താൻ വേണ്ടിയായിട്ടാണ് നമ്മൾക്ക് ഈ ആചാര്യന്മാരെയൊക്കെ നമ്മുടെ മഹാരാജാവാണെങ്കിലും പ്രഭുപാദരാണെങ്കിലും ഒക്കെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. എന്തിനാണ്? നമ്മുടെ ആ വിസ്മൃതിയിൽ ആണ്ടുപോയി നമ്മളെ ഒന്ന് ഉണർത്തിയെടുക്കാനാണ്. അപ്പൊ ഏത് പരിസ്ഥിതിയിലായാലും ആത്മീയ ലോകത്തായാലും ഭൗതിക ലോകത്തായാലും ഭഗവത് സംരക്ഷണം നമ്മളെ കാംക്ഷിക്കണം, ഭഗവാനെ ഓർക്കണം. നമ്മൾ എപ്പോഴും മുക്താത്മാവിന്റെ ആശ്രിതാവസ്ഥ വ്യവസ്ഥാപിതമാണ്. അപ്പം എപ്പോഴും അഗ്നിയുമായിട്ടാണ് നമ്മളെ താരതമ്യം ചെയ്യുക. അഗ്നിയും അതുപോലെ ഒരു സ്ഫുലിംഗവും അഗ്നിയോടൊപ്പം പ്രത്യക്ഷമാകുന്ന അഗ്നിയിൽ നിന്നും വേർപെട്ട അഗ്നിസ്ഫുലിംഗങ്ങളെ കൊണ്ടുപോകാൻ പ്രയാസമാണ്. അവരിൽ ഓർമ്മ വളർത്തിയെടുക്കാൻ പ്രയാസമാണ്. വേർപെട്ടു പോകാതെ അവിടെ നിന്ന് ഇവിടെ വന്നെങ്കിലും ഭഗവാനെ കുറിച്ച് അല്പമെങ്കിലും ചിന്തയുള്ളവരെ തിരിച്ചു കൊണ്ടുപോകാൻ എളുപ്പമാണ്. പക്ഷേ അതെല്ലാം വേർപെട്ടിട്ട് ആ ചിന്തയിൽ നിന്നൊക്കെ മാറിയിട്ട് എനിക്ക് ഇവിടെ ഉള്ള ഇത് മതി എന്നുള്ള ആ ചിന്തയിൽ എനിക്ക് സുഖമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഭൗതികതയിൽ സുഖമില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വ്യക്തികളെ തിരിച്ചു കൊണ്ടുപോകാൻ വളരെ പ്രയാസമാണ്. അപ്പം നമ്മുടെ ആ ഒരു അഗ്നിസ്ഫുലിംഗത്തിന് അതിന്റെ തേജസ് നഷ്ടപ്പെട്ടു പോയാൽ അതിനെ എടുക്കാൻ പ്രയാസം. ആ തേജസ് ഉണ്ടെങ്കിൽ അതിനെ ഊതിക്കത്തിക്കാൻ എളുപ്പമാണ് എന്ന് പറയുന്നത് പോലെയാണ്. നമ്മളിൽ ആ ഓർമ്മയുണ്ടെങ്കിൽ നമ്മളെ തിരിച്ചു കൊണ്ടുപോയി എളുപ്പം. പക്ഷെ നമ്മൾ അത് നഷ്ടപ്പെട്ടു പോയി എങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നു. അപ്പൊ ഭഗവത് ദാസനാണ്, ഭഗവത് സംരക്ഷണം നമുക്ക് വേണം, ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകണം എന്നൊക്കെ സർവ്വവേദേതിഹാസങ്ങളിലൂടെയും നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഭഗവാൻ. അത് കേൾക്കാൻ നമുക്ക് മനസ്സില്ല, അത്രയേ ഉള്ളൂ. ഹരേ കൃഷ്ണ. നമ്മുടെ സമയമായി, നമുക്ക് നിർത്താം. ഹരേ കൃഷ്ണ.